ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. ഏത് കാറ്റിലും ഇളകാത്ത CPM-ന്റെ ഉരുക്കു കോട്ടയാണ് കണ്ണൂർ. രാജ്യത്ത് തന്നെ പാർട്ടിക്ക് ഏറ്റവും അടിത്തറയുള്ള മണ്ണ്. പാർട്ടി പറഞ്ഞാൽ മറുവാക്കുയരാത്ത പാർട്ടി ഗ്രാമങ്ങളുള്ള ജില്ല. ആ കണ്ണൂരിലാണ് നിർണായക തെരഞ്ഞെടുപ്പ് സമയത്ത് പാർട്ടിയെ വെല്ലുവിളിച്ച് മുതിർന്ന നേതാക്കൾ പടിയിറങ്ങുന്നത്. വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളും പാർട്ടിയുടെ ഇരുമ്പുമറയ്ക്കുള്ളിൽ മാത്രം കേട്ടിരുന്ന കാലവും മാറി. പൊതുമധ്യത്തിൽ പാർട്ടിക്കും നേതാക്കൾക്കുമെതിരെ തുറന്നടിച്ചാണ് പാർട്ടി വിട്ടവരുടെ പോക്ക്. രക്തസാക്ഷിക്ക് വേണ്ടി പിരിച്ച ഫണ്ട് MLA തന്നെ മുക്കിയെന്ന കടുത്ത ആരോപണം ഉന്നയിച്ചാണ് പയ്യന്നൂരിൽ V. കുഞ്ഞികൃഷ്ണൻ പാർട്ടി വിട്ടത്. ഇന്നിതാ സംസ്ഥാന സെക്രട്ടറിയുടെ ഭാര്യയെ തളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയാക്കിയതിൽ പ്രതിഷേധിച്ചാണ് TK ഗോവിന്ദൻ എന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പാർട്ടി വിട്ടത്. ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ സംസ്ഥാന സെക്രട്ടറി ഗൂഢാലോചന നടത്തിയെന്നാണ് TK ഗോവിന്ദന്റെ ആരോപണം. മുഖ്യമന്ത്രി ഇതിന് കൂട്ടുനിന്നുവെന്നും ശൈലജ ടീച്ചറെ പാർട്ടി നാടുകടത്തിയെന്നും P. ജയരാജനെ ഒതുക്കിയെന്നും എണ്ണി ഗോവിന്ദൻ തുറന്നടിക്കുന്നു. PK ശ്യാമളയ്ക്കെതിരെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനാണ് ഇനിയുള്ള പോക്ക്. പാർട്ടിയുടെ ഉറച്ച മണ്ണായ പയ്യന്നൂരിലും തളിപ്പറമ്പിലും അങ്ങനെ പാർട്ടിയിലെ വിമതർ തന്നെ സ്ഥാനാർത്ഥികളാകുന്നു. വർഗവഞ്ചകൻ എന്ന ചാപ്പകുത്തി പാർട്ടി വിട്ടവരെ CPM നേതാക്കൾ തള്ളിപ്പറയുന്നുണ്ടെങ്കിലും അണികളിൽ എന്തു ചലനമുണ്ടാക്കുമെന്ന് കാത്തിരുന്നു കാണണം. കിട്ടിയ അവസരത്തെ വിസ്മയ സാധ്യതയാക്കാൻ കോൺഗ്രസ് ഒരുങ്ങിക്കഴിഞ്ഞു. CPIM വിട്ട പ്രമുഖർക്കെല്ലാം ഇതിനോടകം സീറ്റും ഉറപ്പു നൽകിയിരിക്കുകയാണ്. കണ്ണൂർ കോട്ട കുലുങ്ങുന്നു എന്നാണ് ചോദ്യം. CPIM-ൽ നിന്നും അഡ്വക്കേറ്റ് KS അരുൺകുമാർ, കോൺഗ്രസിൽ നിന്നും രാജു P. നായർ, ഡോക്ടർ G. ഗോപകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ, ആനന്ദ് കൊച്ചുകുടി രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് ചർച്ചയിൽ ഉള്ളത്. അത് ഞാൻ കോൺഗ്രസ് പ്രതിനിധിയിലേക്കാണ് പോകുന്നത്. ശ്രീ രാജു P. നായർ, കണ്ണൂരിലെ വിവരങ്ങൾ ഒക്കെ അങ്ങും കണ്ടല്ലോ. ഇപ്പോൾ TK ഗോവിന്ദൻ MV ഗോവിന്ദനെതിരെ നടത്തിയിരിക്കുന്ന പ്രസ്താവന, അദ്ദേഹം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. നേരത്തെ V. കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹം ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു. രണ്ടുപേരും പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് ഇപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥികളാവുകയാണോ? അതായത് നിങ്ങളുടെ പിന്തുണയുള്ള സ്ഥാനാർത്ഥികളാവുകയാണോ? ഇന്നിപ്പോൾ ഡൽഹിയിൽ നടക്കുന്ന ചർച്ചകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ആയിട്ടില്ല. കണ്ണൂരിലെ കാര്യങ്ങൾ കൂടി ഒന്ന് കലങ്ങി തെളിയട്ടെ എന്നാണോ? അവിടെ കലങ്ങാൻ നിങ്ങൾക്കുമുണ്ടല്ലോ. അല്ല, സ്ഥാനാർത്ഥി പട്ടിക അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ കേരളത്തിൽ മുഴുവനായിട്ട് നടക്കുന്നത് CPM-ന്റെ അവസാനത്തെ ഷോയാണ്. കണ്ണൂരിൽ പിറന്ന പാർട്ടി കണ്ണൂരിൽ തന്നെ അവസാനിക്കാൻ പോകുന്നതാണ് കാണുന്നത്. എന്നു മാത്രമല്ല, കഴിഞ്ഞ കാലങ്ങളിൽ മുഴുവൻ കോൺഗ്രസ് CPM-നെതിരെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം ഒന്നൊന്നായി സത്യമായിട്ട് മാറുകയാണ്. ഏറ്റവും വലിയ ഇരുമ്പ് കോട്ടയ്ക്കകത്തുള്ള സംഘടനാ സംവിധാനം എന്ന് പറഞ്ഞതെല്ലാം ഇന്ന് നിഷ്പ്രഭമാവുകയാണ്. ആ കോട്ടയ്ക്കകത്ത്, ഇരുമ്പ് കൂടിനകത്ത് നടന്നതെല്ലാം ജനാധിപത്യ വിരുദ്ധതയും ജനവിരുദ്ധതയുമായിരുന്നുള്ള കാര്യം പറയാം. ആന്തൂർ സാജൻ്റെ മരണം നമ്മൾ എത്രമാത്രം ചർച്ച ചെയ്തതാണ്. ആന്തൂർ സാജൻ്റെ മരണത്തിന് ഉത്തരവാദി ഈ ശ്യാമളയാണ്, അല്ലെങ്കിൽ ഗോവിന്ദൻ മാഷിൻ്റെ ഭാര്യയായിരുന്ന അന്നത്തെ ഈ നഗരസഭാ ചെയർപേഴ്സൺ ആണ് എന്നുള്ളത് വസ്തുതകൾ നിരത്തി കേരളത്തിൻ്റെ പ്രതിപക്ഷം മുഴുവൻ പറഞ്ഞാണ്. പക്ഷെ അന്നെല്ലാം ഈ പാർട്ടി അതിനെ പ്രതിരോധിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഏറ്റവും ഗുരുതരമായ ആരോപണമല്ലേ? ആന്തൂർ സാജൻ്റെ മരണത്തിനെ സംബന്ധിച്ച് നടന്ന അന്വേഷണത്തിൽ അവിടുത്തെ പ്രധാനപ്പെട്ട രേഖകൾ പോലും അപ്രത്യക്ഷമായി എന്ന് പറഞ്ഞാൽ ഒരു നെറികേടിന് ഈ പാർട്ടി എന്തിൻ്റെ പേരിലാണ് കൂട്ടുനിന്നത് എന്നുള്ളത് ഈ പ്രസ്ഥാനം വിശദീകരിക്കേണ്ടതായിട്ട് വരും. ഈ പാർട്ടിക്കകത്ത് കുടുംബാധിപത്യം എന്ന് മറ്റുള്ള പാർട്ടിയെ ആക്ഷേപിക്കുമ്പോഴും 3 പ്രാവശ്യം MLA ആയിരുന്ന ആൾ ഇപ്പോൾ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ വേണ്ടി കാണിച്ച തിടുക്കം അല്ലെങ്കിൽ അമിത താല്പര്യം ഇന്ന് ചോദ്യം ചെയ്യപ്പെടുകയാണ്. G. സുധാകരൻ ആലപ്പുഴയിൽ ഇത്തരത്തിലുള്ള കലാപമുയർത്തിയാണ് G. സുധാകരൻ പുറത്തേക്ക് വന്നിരിക്കുന്നത്. കണ്ണൂരിൽ തന്നെ പയ്യന്നൂരിൽ രക്തസാക്ഷിയുടെ പേരിൽ ഫണ്ട് വെട്ടിച്ച സംഭവം പുറത്തു കൊണ്ടുവന്നത് ഇന്ന് നമ്മുടെ അദ്ദേഹം പയ്യന്നൂരിൽ ശ്രീ കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹം ഈ CPM-ന്റെ മറ്റൊരു അപജയം ഈ CPM-ന്റെ പുറത്തു കൊണ്ടുവരികയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നിപ്പോൾ കുറച്ച് നാളുകളായിട്ട് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ VD സതീശനിൽ വിശ്വാസമർപ്പിക്കുന്നു, പ്രതീക്ഷയോടെ കൂടി കാണുമെന്ന് പറയുമ്പോൾ BJP-യുടെ ശൈലി കടമെടുത്ത് ഒരു സംവിധാനം മുഴുവനെ ഇറക്കി VD സതീശനെ നുണയനായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള വെമ്പലിലാണ് CPM. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് ആ CPM എന്ന് പറയുന്നതല്ലേ ഏറ്റവും വലിയ കള്ളം? ഇന്ന് ഈ ലോകത്ത് ഏറ്റവും വലിയ കള്ളമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ആ കള്ളം CPM എന്ന് പറയുന്ന പേര് തന്നെയാണ്. കമ്മ്യൂണിസവും ഇല്ലാത്ത, മാർക്സിസ്റ്റവും ഇല്ലാത്ത ഒരു പാർട്ടി മാത്രമായിട്ട് നേരിന് ഒരു തരത്തിൽ വില കൽപ്പിക്കാത്ത
ഇത്തരത്തിലുള്ള അധാർമിക പ്രവർത്തനത്തിൻ്റെ കൂടായി ഇന്ന് മാറിയിരിക്കുന്ന CPM ആണ് ഇന്ന് ഏറ്റവും വലിയ കള്ളം. അതല്ലാതെ മറ്റ് കള്ളം അന്വേഷിച്ച് ഇവർ പോകണ്ട. യഥാർത്ഥ കള്ളം ഇന്ന് കേരളത്തിന് മുന്നിൽ CPM എന്ന പാർട്ടി തന്നെയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് CPMൻ്റെ അവസാനത്തെ പോക്കാണ്. ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ നിങ്ങളുടെ ഒരു ലൈവിൻ്റെ താഴത്ത് പറഞ്ഞ പോലെ കേരളം ബംഗാളിലേക്കാണോ, കേരളത്തിലെ CPM ബംഗാളിലേക്കാണോ, ബംഗാളിലെ CPM കേരളത്തിലേക്കാണോ എന്ന് മാത്രമേ സംശയമുള്ളൂ. പക്ഷേ അവസാന കാലത്തെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഈ പാർട്ടിക്ക് ഉദകക്രിയ ചെയ്യാൻ പോവുകയാണ്. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണ് ഈ CPMനെ ഇവിടെ പരാജയപ്പെടുത്താൻ പോകുന്നത്. ഞങ്ങൾ പറയുമല്ലോ 100 സീറ്റ്. എന്തുകൊണ്ടാണ് 100 സീറ്റ് എന്ന് പറയുന്ന വലിയ ഒരു ടാർഗറ്റ് നിങ്ങൾ മുന്നിൽ വെക്കുന്നതെന്ന് ചോദിച്ചാൽ, ഈ CPMൻ്റെ ജനാധിപത്യ വിരുദ്ധതയിലും ആ പാർട്ടിയുടെ ഏറ്റവും അടിസ്ഥാന മൂല്യങ്ങളിൽ നിന്ന് പോലും ഇടതുപക്ഷ മൂല്യങ്ങളിൽ നിന്നും മാറിയ ഈ പാർട്ടിയെ തീർക്കാൻ പോകുന്നത്, ഈ കേരളത്തിൽ ഇരിക്കപ്പിണ്ണം വെക്കാൻ പോകുന്നത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളും ഇടതുപക്ഷ ബോധമുള്ളവരുമാണ്. അതാണ് സംഭവിക്കാൻ പോകുന്നത്. പൊട്ടിത്തെറി എന്ന് പറയും. ഞങ്ങളുടെ സീറ്റ് ചർച്ചയെ സംബന്ധിച്ച് എവിടെയോ 1-2 പ്രശ്നം ഉണ്ടാകുന്നത് പർവ്വതീകരിച്ച് കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാൻ ഇന്നലെയൊക്കെ ശ്രമിച്ചവർ ഇന്ന് ആ പാർട്ടി തകർന്ന് തരിപ്പണമാവുന്നത് കണ്ടുകൊണ്ട് എന്തു മറുപടി പറയും എന്നുള്ള വലിയ ആകാംക്ഷയിലാണ് ഞാൻ ഈ ചർച്ചയിലിരിക്കുന്നത്. ശരി, ഞാൻ ശ്രീ ആനന്ദ് കൊച്ചുകുടിയിലേക്ക് പോകുന്നു. ശ്രീ ആനന്ദ് കൊച്ചുകുടി, CPMൽ വലിയ പൊട്ടിത്തെറി, ഒരു ബോംബ് സ്ഫോടനം ഉണ്ടായിരിക്കുന്നത് കണ്ണൂരിലാണ്. ശ്രീ ആനന്ദ് കൊച്ചുകുടി, കണ്ണൂരിൽ അത് സംഭവിക്കുമ്പോൾ ഇതുവരെ സംഭവിക്കാത്ത രൂപത്തിൽ അത് ഞെട്ടിക്കുന്നതാണ് എന്നുള്ളതാണ്. TK ഗോവിന്ദൻ എന്നുള്ളത് ചെറിയ നേതാവല്ല, അവിടുത്തെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളിൽ ഒരാളാണ്. അവിടുത്തെ പ്രശ്ന പരിഹാരകനാണ്. പലപ്പോഴും ക്രൈസിസ് മാനേജ്മെന്റ് നടത്തുന്നതിൽ കൃത്യമായി ഇടപെട്ടിരുന്ന ഒരു പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം. പരിയാരം മെഡിക്കൽ കോളേജ് CPM ഏറ്റെടുത്ത ശേഷം അതിന്റെ ചെയർമാൻ ആയിരുന്നു. കൈത്തറി കോർപ്പറേഷന്റെ ചെയർമാനാണ്. അങ്ങനെ അദ്ദേഹം കേൾക്കുന്നില്ല. ഞാൻ ശ്രീ ഗോപകുമാറിലേക്ക് ആ ചോദ്യം നിൽക്കുകയാണ്. ഡോക്ടർ G ഗോപകുമാർ, നമ്മൾ ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് പ്രധാനമായും വോട്ടെടുപ്പിൽ പ്രതിഫലിക്കുക എന്നൊരു വിഷയത്തിലേക്ക് ചർച്ച കൊണ്ടുവരാമെന്ന് കരുതിയാണ്. അപ്പോഴാണ് കണ്ണൂരിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. കണ്ണൂരിലെ പൊട്ടിത്തെറി എന്നത് CPMന്റെ ഏറ്റവും ശക്തി കേന്ദ്രമായ ഇടമാണ്. അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ട് പാർട്ടിയുടെ അപജയത്തെപ്പറ്റി, പാർട്ടിയുടെ അപജയമെന്നല്ല, പാർട്ടി സംസ്ഥാന സെക്രട്ടറിക്കെതിരെ തിരിഞ്ഞുകൊണ്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക ശ്രീ ഗോപകുമാർ? ഇന്നത്തെ സംഭവം മാത്രമല്ല, തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അല്ലെങ്കിൽ കുറച്ച് കാലമായിട്ട് പാർട്ടിയിൽ നിന്നുള്ള കൊഴിഞ്ഞുപോക്ക് നമ്മളെല്ലാവരും ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്. പഴയ കാലത്തുണ്ടായിരുന്ന ഒരു ശക്തമായൊരു ചട്ടക്കൂടും ഇരുമ്പ് മറയുമെല്ലാം, അയൺ കർട്ടനൊക്കെ ഇപ്പോൾ ദുർബലപ്പെട്ടിരിക്കുകയാണ്. ഒരുപക്ഷെ 10 വർഷം തുടർച്ചയായി ഭരിച്ചതിൻ്റെ ഫലമായിട്ടുണ്ടായ പ്രശ്നങ്ങളും കൂടിയായിരിക്കാം. അധികാരം ദുഷിച്ചതും അഴിമതി വർദ്ധിച്ചതുമെല്ലാം ഒരുപക്ഷെ അതിന് കാരണമാക്കിയിരിക്കാം. പാർട്ടിക്കകത്ത് പരമ്പരാഗതമായി വിശ്വാസം അർപ്പിച്ചിരുന്ന ആൾക്കാർ, ഇപ്പോൾ സുധാകരനെ പോലെയുള്ള ആൾക്കാർ, അങ്ങനെയുള്ളവർ കമ്മ്യൂണിസ്റ്റാണെന്ന് വിശ്വസിച്ച് ആ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനത്തിൽ മാത്രം നിൽക്കുന്നവർ പിൽക്കാലത്ത് പാർട്ടിക്കകത്തുണ്ടായ അപജയത്തിനെതിരെ പാർട്ടിയിൽ ഉള്ളിൽ നിന്ന് തന്നെ പ്രതിഷേധം ഉയർത്തിയെങ്കിലും അതിനകത്ത് നിൽക്കാതെ പുറത്തു പോകുന്നൊരു സാഹചര്യം വന്നിരിക്കുകയാണ്. ഇത് പാർലമെൻ്ററി വ്യാമോഹം കൊണ്ട് ഉണ്ടാകുന്നതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ കുഞ്ഞിക്കണ്ണൻ്റെയൊക്കെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് രക്തസാക്ഷി ഫണ്ട് ദുരുപയോഗപ്പെടുത്തിയെന്നുള്ള ആക്ഷേപമൊന്നും പൊതുമണ്ഡലത്തിൽ വലിയ ചർച്ച ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പാർട്ടിയിലെ വിവിധ മേഖലകളിൽ ഇത് സംഭവിക്കുന്നു പല കാരണങ്ങൾ കൊണ്ട്. അത് CPMൽ മാത്രമല്ല, CPIയിൽ നിന്ന് 1-2 നേതാക്കന്മാർ BJPയിൽ പോയി ജോയിൻ ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ കാണിക്കുന്നത്? അപ്പോൾ ഇത് പരമ്പരാഗതമായി ആശയപരമായി ഒറ്റക്കെട്ടായി നിന്നിരുന്ന സംഘടനാ ശക്തി ഇന്ന് ദുർബലപ്പെടുകയല്ലേ? അതല്ലേ ഈ കൊഴിഞ്ഞുപോക്ക് കാണിക്കുന്നത്? അത് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള സാധ്യതയുമുണ്ട്. കാരണം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ളത് നോക്കും. പണ്ട് MV രാഘവൻ പുറത്തു പോയി, പിൽക്കാലത്ത് KK രമ പുതിയ പാർട്ടി ഉണ്ടാക്കി. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയപ്പോൾ അന്ന് സംഘടനാപരമായും കായികപരമായും ഒക്കെ അതിനെ നേരിട്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്, അസംബ്ലിക്ക് അകത്തും അസംബ്ലിക്ക് പുറത്തുമെല്ലാം. ഇപ്പോൾ തെരഞ്ഞെടുപ്പിനെ അനുബന്ധിച്ച് കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഉണ്ടാകുന്ന ഈ പാർട്ടിക്കകത്തുണ്ടാകുന്ന ഒരു തകർച്ച അല്ലെങ്കിൽ വെല്ലുവിളി, അത് പൊതുമധ്യത്തിലേക്ക് വരുമ്പോൾ പഴയതുപോലെ ഒരു ഇരുമ്പ് മറ വെച്ചതിനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എന്നും, മറ്റ് പാർട്ടികളിലുള്ളതുപോലെ തന്നെ
പാർലമെൻ്ററി വ്യാമോഹങ്ങളിലേക്ക് നേതാക്കന്മാർ പോകുന്നതാണോ, അത് ആശയപരമായിട്ട് അവർക്കതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണോ, അങ്ങനെയുള്ള പല ചോദ്യങ്ങൾക്ക് ഇതിന് ഇട നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ചർച്ചകൾ പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടും, അതിനെ വിശകലനം ചെയ്യും. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടാകുന്ന ഇത്തരം ചർച്ചകൾ പലപ്പോഴും പാർട്ടികളെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുന്നുണ്ട്. അത് കോൺഗ്രസിലായാലും നമ്മളത് പറയുന്നുണ്ട്. എല്ലാം ഒരു CPM മാത്രമല്ല. അരുൺകുമാർ, ഇന്നലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനത്തിന് തൊട്ടു പിന്നാലെ തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുമ്പോൾ നിങ്ങൾ നന്നായി സ്കോർ ചെയ്തു എന്നൊരു വിലയിരുത്തലായിരുന്നു പൊതുവിൽ നടന്നിരുന്നത്. പക്ഷേ ഇന്നിപ്പോൾ ഇതാ പാർട്ടിയുടെ ഏറ്റവും ശക്തി കേന്ദ്രമായ കണ്ണൂരിൽ അവിടെ ഒരു വലിയ പൊട്ടിത്തെറി, വലിയൊരു ബോംബ് വീണിരിക്കുന്നു. ആ ബോംബ് പാർട്ടി സെക്രട്ടറിക്കെതിരെയാണ്. പാർട്ടി സെക്രട്ടറി തനിക്ക് ശേഷം ഭാര്യ എന്ന രൂപത്തിൽ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയത് ഏകപക്ഷീയമായിട്ടാണ്. തൻ്റെ ഒരൊറ്റ നിർബന്ധം അത് ഗൂഢതന്ത്രത്തിലൂടെ നടപ്പാക്കി എന്ന ആരോപണത്തിൽ തുടങ്ങി അഴിമതി ആരോപണം അടക്കമാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറിക്കെതിരെ ഉയർത്തിയിരിക്കുന്നത്. TK ഗോവിന്ദനെ വർഗവഞ്ചകൻ എന്ന് വിളിച്ചതുകൊണ്ട് ഉത്തരമാകില്ല. അതിലപ്പുറം ഈ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് പാർട്ടിയുടെ പക്കൽ കൃത്യമായ മറുപടിയുണ്ടോ അരുൺകുമാർ? TK ഗോവിന്ദൻ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്നു. നിരവധി വർഷങ്ങളായിട്ട് ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗമായും ജില്ലാ കമ്മിറ്റിയുടെ ഭാഗമായും പാർട്ടി ഏരിയ സെക്രട്ടറി എന്ന നിലയിലും പ്രവർത്തിച്ച വ്യക്തിത്വം കൂടിയാണ് അദ്ദേഹം. ഇന്ന് പത്രസമ്മേളനം നടത്തി സംഘടനാ വിരുദ്ധമായിട്ടുള്ള ചില കാര്യങ്ങൾ, പ്രത്യേകിച്ച് തന്നെ ഒരു വർഗവഞ്ചനാപരമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ പത്രമാധ്യമങ്ങളോട് പങ്കുവെക്കുകയുണ്ടായി. ഇദ്ദേഹം കൂടി അംഗമായിട്ടുള്ള ജില്ലാ സെക്രട്ടേറിയറ്റാണ് സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രപ്പോസൽ തയ്യാറാക്കുന്നത്. അത്തരത്തിലുള്ള പ്രപ്പോസൽ തയ്യാറാക്കുന്നത് ബന്ധപ്പെട്ട മണ്ഡലം കമ്മിറ്റിയുടെ ആവശ്യങ്ങളും നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ആരാഞ്ഞുകൊണ്ട് തന്നെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു പ്രപ്പോസൽ തയ്യാറാക്കുക. ആ പ്രപ്പോസൽ സംസ്ഥാന സെക്രട്ടേറിയറ്റിന് കൊടുക്കുകയും സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യുകയും ആ പ്രപ്പോസൽ അംഗീകരിക്കുന്നവ താഴേക്ക് വരികയും വീണ്ടും മണ്ഡലം കമ്മിറ്റിയിൽ വെച്ച് അത് ചർച്ച ചെയ്യുന്നു. അതായത് CPMന്റെ ഒരു സ്ഥാനാർത്ഥിയായി ഒരാൾ വന്നാൽ ആ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മണ്ഡലം കമ്മിറ്റിയിലെ മുഴുവൻ ആളുകളുടെയും അഭിപ്രായ സ്വരൂപണം നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് ഒരു പാനൽ തയ്യാറാക്കി അത് സംസ്ഥാന സെക്രട്ടേറിയറ്റിന് അയച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അത് വളരെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിച്ച് അംഗീകാരം കൊടുത്ത് വീണ്ടും താഴേക്ക് വന്ന് ജില്ലാ സെക്രട്ടേറിയറ്റും മണ്ഡലം കമ്മിറ്റിയും എല്ലാം അംഗീകരിക്കുന്ന ഒരു പാനലാണ്. അങ്ങനെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം, അതായത് താൻ കൂടി അംഗമായ ജില്ലാ സെക്രട്ടേറിയറ്റ് മണ്ഡലം കമ്മിറ്റികളുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ പ്രപ്പോസൽ അംഗീകരിച്ച് മുകളിലേക്ക് വിട്ട് അത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗീകരിച്ച് ഔദ്യോഗിക പ്രഖ്യാപനം കഴിഞ്ഞതിന് ശേഷം ആ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസ്ഥാന സെക്രട്ടറിയുടെ സ്വാധീനത്തിന് വിധേയമായി പ്രഖ്യാപിച്ചു എന്ന രൂപത്തിൽ വളരെ ബാലിശമായിട്ടുള്ള വാദമാണ് ഒരു മുതിർന്ന സഖാവായ TK ഗോവിന്ദൻ ഉന്നയിച്ചത്. ജില്ലാ കമ്മിറ്റിയിൽ ചർച്ച ചെയ്ത് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വിട്ട് തിരിച്ച് മണ്ഡലം കമ്മിറ്റിയിലേക്ക് വരുന്ന പ്രോസസ്സൊക്കെ അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്നുണ്ട്. ജില്ലാ കമ്മിറ്റിയിൽ ജില്ലാ സെക്രട്ടറിയാണ് ഈ PK ശ്യാമള എന്ന പേര് നിർദ്ദേശിക്കുന്നത്. MP ഗോവിന്ദൻ അവിടെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം ഇത് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് പോകുന്നു. അവിടെയും സംസ്ഥാന കമ്മിറ്റിയിൽ തിരിച്ചെത്തുമ്പോഴും എതിർപ്പുണ്ടാകുന്നുണ്ട്. ജില്ലാ സെക്രട്ടേറിയറ്റിൽ 7 പേർ PK ശ്യാമള മത്സരിക്കുന്നതിന് എതിരായിരുന്നു, 3 പേർ മാത്രമേ പിന്തുണച്ചിട്ടുള്ളൂ എന്ന കാര്യമാണ് അദ്ദേഹം ഇന്ന് പുറത്തേക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അദ്ദേഹം ഈ പ്രതികരണങ്ങളൊക്കെ നടത്തുന്നത് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായി നിന്നുകൊണ്ടാണ്. അതിനുശേഷമാണല്ലോ അദ്ദേഹം ഈ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു എന്ന രൂപത്തിലേക്ക് വരുന്നത്. ഈ പാർട്ടിക്കകത്ത് നടന്ന ഈ ചർച്ചകളെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഏകപക്ഷീയമായി തീരുമാനിക്കുന്നു. മണ്ഡലം കമ്മിറ്റിയിലും എതിർപ്പുണ്ടായിരുന്നു. എതിർപ്പുള്ളവരെ മിണ്ടാൻ അനുവദിക്കാതെ അത് നടപ്പാക്കുകയായിരുന്നു MP ഗോവിന്ദൻ. അതൊരു ഗൂഢതന്ത്രം എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോ ഇത് സ്വന്തം ഘടകത്തിൽ ഒരു സഖാവിന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വാദങ്ങൾ ഉന്നയിക്കാം. ഏതെങ്കിലും തരത്തിൽ ആ ഘടകം ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുത്താലും അദ്ദേഹത്തിന് ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ മുകൾ കമ്മിറ്റിക്ക് പരാതി കൊടുക്കാം, മുകൾ കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുത്താം. ഇതൊന്നും ചെയ്യാതെ ഔദ്യോഗികമായിട്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തീകരിച്ചതിന് ശേഷം ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ നടത്തുന്നത് ഏതെങ്കിലും തരത്തിൽ സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിച്ചതിന് ശേഷം അത് കിട്ടാതെ വന്നപ്പോഴുണ്ടായിട്ടുള്ള ഒരു മോഹഭംഗത്തിന്റെ ഭാഗമായിട്ട് തന്നെ വേണം വിലയിരുത്താൻ. ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന് യോജിച്ചതല്ല. ഇപ്പൊ ഇദ്ദേഹം പെട്ടെന്നൊരു പൊതുപ്രവർത്തകനായിട്ട് വന്നതല്ലല്ലോ. അദ്ദേഹം കാർഷിക വികസന ബാങ്ക് കണ്ണൂരിന്റെ പ്രസിഡന്റായി വർഷങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്.
പരിയാരം സഹകരണ മെഡിക്കൽ കോളേജിന്റെ ചെയർമാനായി നിരവധി വർഷങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. KCCC-PI ചെയർമാനായി അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഹാൻവീവിന്റെ ചെയർമാനായി ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെയും സർക്കാർ സഹകരണ സ്ഥാപനങ്ങളുടെയും എല്ലാം പദവികൾ നിരവധി തവണ വഹിച്ച വ്യക്തിത്വമാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. അടുത്ത കാലത്ത് വരെ നിരവധി സ്ഥാനമാനങ്ങൾ അദ്ദേഹവും ഭാര്യയും വഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പാർട്ടിയുടെ ഉത്തരവാദിത്തം, ഇപ്പൊ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്ന് പറഞ്ഞാൽ വളരെ ഭാരിച്ച ഉത്തരവാദിത്തം തന്നെയാണ്. അത്തരത്തിലുള്ള ഉത്തരവാദിത്തം നിർവഹിച്ചു കൊണ്ടിരുന്ന ഒരു സഖാവ് ഒരു വലതുപക്ഷ വ്യതിയാനത്തിന്റെ ഭാഗമായി, വലതുപക്ഷത്തിന്റെ കരങ്ങളിൽ ചെന്നു പെട്ടതിന്റെ ഭാഗമായി, ഒരു സ്ഥാനാർത്ഥി മോഹത്തിന്റെ ഭാഗമായി ഇത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ നടത്തി എന്ന് വേണം പറയാൻ. സ്ഥാനാർത്ഥികൾ ആരാകും എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന ഘട്ടത്തിൽ നമ്മളും കേട്ടിരുന്നതാണ് സുകന്യയുടെ പേര്. ആ പേരാണ് അദ്ദേഹം പറഞ്ഞത്. താൻ നിർദ്ദേശിച്ചത് സുകന്യയുടെ പേരായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ പേര് പലരായി നിർദ്ദേശിച്ചിരുന്നു. ആ പേര് അവിടെ തഴയപ്പെടുന്നു. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബവും പാർട്ടി കുടുംബമാണ്, പാർട്ടിയിലെ സ്ഥാനങ്ങൾ വഹിക്കുന്നു. അദ്ദേഹം പറയുന്നതിലെ കാര്യം ഇതാണ്: മൂന്ന് തവണ MLA സ്ഥാനം MV ഗോവിന്ദൻ, അതിനിടയ്ക്ക് ഒരു മന്ത്രിസ്ഥാനവും ചുരുങ്ങിയ കാലം മന്ത്രിസ്ഥാനവും വഹിക്കുന്നുണ്ട്. അപ്പോൾ തൻ്റെ 3 ടേം കഴിയുമ്പോൾ 4ാമത്തെ ടേമിലേക്ക് അത് ഭാര്യയ്ക്ക് കൊടുക്കണം എന്ന തീരുമാനത്തിലേക്ക് വരുന്നതിനെയാണ് ശരിയല്ല എന്ന് പറയുന്നത്. അദ്ദേഹം ആ യോഗത്തിൽ ഇത് ശരിയല്ല, ഞാൻ അങ്ങനെയാണെങ്കിൽ പ്രചാരണത്തിനുണ്ടാകില്ല എന്ന് MV ഗോവിന്ദനോട് തുറന്നടിച്ചു എന്നാണ് അദ്ദേഹം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് സ്ഥാനാർത്ഥി മോഹമായി കരുതാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇനി അങ്ങ് പറയുന്ന പാർട്ടിയുടെ നടപടിക്രമങ്ങളും ചട്ടക്കൂടുകളും അത് MV ഗോവിന്ദൻ തന്നെ അനുസരിക്കാറില്ല എന്ന ഗുരുതരമായ ആരോപണം. അതായത് ഹാപ്പിനെസ് പ്രോജക്റ്റ് എന്നൊരു പരിപാടി അവിടെ നടത്തുന്നു. ആ പരിപാടിയുടെ കണക്കുകൾ കൃത്യമായി ബോധിപ്പിക്കുന്നില്ല. ആ പരിപാടിയിൽ സിനിമാ താരങ്ങളടക്കം വരുന്നു. അതിൽ ഫണ്ട് എവിടെ നിന്ന് പലയിടത്തുനിന്നായി വരുന്നു, സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നു. ഇതാണ് അദ്ദേഹത്തിന്റെ വാചകം, സ്പോൺസർഷിപ്പ് എന്ന് പറയുന്നു. ഇതൊന്നും പാർട്ടിക്ക് കൈകാര്യം ചെയ്യാനോ പാർട്ടിക്ക് കണക്ക് നൽകിയോ ഒരു ഓഡിറ്റിംഗ് നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഈ സിനിമാക്കാരെയൊക്കെ ആർക്കാണല്ലോ പരിചയം എന്ന് കൂടി ചോദിക്കുന്നു. അദ്ദേഹത്തിന്റെ മകനെയാണ് അതിൽ മകനെതിരെയാണ് ആരോപണം ഉയർത്തുന്നത്. അപ്പോൾ അഴിമതി ആരോപണം അവിടെ ഉയരുകയാണ്. ഈ കാര്യങ്ങളൊക്കെ പാർട്ടിക്കകത്ത് നടന്ന ചർച്ചകളാണ് എന്ന് കൂടിയാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇതിനു കൂടി മറുപടി പറയണ്ടേ? ഇവിടെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിവിധ പേരുകൾ ഉയർന്നു വരും. ഞാൻ സൂചിപ്പിച്ച വാചകം അങ്ങ് ശ്രദ്ധിച്ചു കാണും. ഒരു പാനൽ തയ്യാറാക്കും എന്നതാണ്. ഇപ്പോൾ ഒരു മണ്ഡലം, ആ മണ്ഡലത്തിൽ മത്സരിക്കാൻ സാധ്യതയുള്ള, പരിഗണിക്കാൻ കഴിയുന്ന 4, 5, 6 പേരുടെ പേരായിരിക്കും ചിലപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിടുക. ജില്ലാ സെക്രട്ടേറിയറ്റ് അത് തയ്യാറാക്കി സംസ്ഥാന സെക്രട്ടേറിയറ്റിന് വിടുക. വിശദമായിട്ടുള്ള പരിശോധന നടത്തി വിജയ സാധ്യതയ്ക്ക് പ്രാധാന്യം കൊടുത്ത് കൃത്യമായി വിജയം ഉറപ്പുവരുത്താൻ പറ്റിയ കാൻഡിഡേറ്റ് ആര് എന്ന് നിശ്ചയിക്കുക മുകൾ ഘടകങ്ങളായിരിക്കും. അത്തരത്തിൽ ഘടകങ്ങൾ തീരുമാനിക്കുമ്പോൾ കൃത്യമായി മണ്ഡലം കമ്മിറ്റിയുടെ വരെ അഭിപ്രായം എടുത്തിട്ടാണ് ചെയ്യുക. അപ്പോൾ 5 പേരുണ്ടായിരുന്നു, അതിൽ ഒരാൾക്കേ സ്ഥാനാർത്ഥിയാകാൻ കഴിയൂ. ബാക്കി 4 പേരുടെ പേരും ചിലപ്പോൾ നിഷേധിക്കപ്പെട്ടേക്കാം, ഒഴിവാക്കപ്പെട്ടേക്കാം. അത് ഏതെങ്കിലും തരത്തിൽ യോഗ്യത കുറവ് കൊണ്ടല്ല, മറിച്ച് വിജയം തന്നെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന കൃത്യമായിട്ടുള്ള പരിശോധനയുടെ ഭാഗമായിട്ടാണ്. അപ്പൊ ആ 4 പേരും ഞങ്ങൾ എതിരാണ്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ പാർട്ടി വിടുകയാണ് എന്ന രൂപത്തിലല്ല. 7 പേർ എതിർത്തു. അതൊക്കെ തെറ്റായ കണക്കാണ്. ഒരു പത്രസമ്മേളനം പാർട്ടിയിൽ നിന്ന് പുറത്താകാൻ സ്വയം തീരുമാനിച്ച്, പാർട്ടിയെ തള്ളി പറയാൻ തീരുമാനിച്ച്, വർഗവിരുദ്ധ നിലപാട് സ്വീകരിച്ച്, വലതുപക്ഷത്തിന്റെ കയ്യാവാൻ തീരുമാനിച്ചതിന് ശേഷം പുറത്തു വന്നിട്ട് 7, 3 എന്നൊക്കെ പറഞ്ഞ ആ കണക്ക് വിശ്വസിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. പക്ഷേ പാർട്ടിയുടെ ഉള്ളിൽ ഞാനറിയാം, ഞാനൊരു ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണല്ലോ. അഡ്വക്കേറ്റ് കെ സരൺകുമാർ, അപ്പോൾ അത് വർഗവഞ്ചകൻ എന്ന് ആവർത്തിച്ച് വിളിച്ചുകൊണ്ടായില്ലല്ലോ. ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങൾക്ക് കൂടി കൃത്യമായ മറുപടി നൽകണ്ടേ? അദ്ദേഹത്തെ ഒരു ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് മോഹമാണ് എന്ന് പറയാം. ശരിയാണ്, അദ്ദേഹം സ്ഥാനാർത്ഥിയാവാൻ നിൽക്കുന്നു, UDFന്റെ പിന്തുണ സ്വീകരിക്കുമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങേക്ക് വിമർശിക്കാം. പക്ഷേ ഉന്നയിക്കപ്പെട്ട കാര്യങ്ങൾക്ക് മറുപടി വേണമല്ലോ. ഇത് അങ്ങനെയല്ല, അങ്ങനെ സംഭവിക്കുന്നില്ല എന്ന് പറയും. ഇത് തന്നെയാണ് കുഞ്ഞികൃഷ്ണന്റെ കാര്യത്തിൽ സംഭവിച്ചത്. കുഞ്ഞികൃഷ്ണന്റെ കണക്കുകളാണ് ശരി എന്ന് കൂടിയാണ് ഇന്നിപ്പോൾ TK ഗോവിന്ദൻ പറയുന്നത്. കുഞ്ഞികൃഷ്ണൻ മുന്നോട്ട് വെച്ച കണക്കാണ് ശരി എന്ന് കൂടി പറയുകയാണ്. സ്മൃതി, ഞാനും ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് CPMന്റെ. എനിക്ക് ഇതിന്റെ പ്രോസസ്സും മറ്റു കാര്യങ്ങളും അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ആധികാരികമായി ഞാൻ ഈ ചർച്ചയുടെ ഭാഗമായിട്ട് ഇത് ഉന്നയിക്കുന്നത്. നിർണയം എങ്ങനെയാണ്, ചർച്ച എങ്ങനെയാണ്, പ്രപ്പോസൽ എങ്ങനെയാണ് പോകുന്നത്, അതിനുശേഷം മുഗൾ കമ്മിറ്റിയുടെ തീരുമാനം എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഇതൊക്കെ കൃത്യമായിട്ട് ബോധ്യമുള്ള ആൾ തന്നെയാണ്. ഇപ്പൊ G സുധാകരൻ കഴിഞ്ഞ 4-5 വർഷമായി വിശ്രമ ജീവിതത്തിലായിരുന്നു. പാർട്ടിയുടെ പ്രായപരിധിയുടെ ഭാഗമായി പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവായി താഴെ ഘടകത്തിലേക്ക് വന്നയാളാണ്. 3-4 വർഷം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല.
ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അദ്ദേഹം പറയുന്നത് എനിക്ക് മത്സരിക്കണം എന്ന് പറഞ്ഞ് പുറത്തേക്ക് വരുന്നു. കുറച്ചു നാളായിട്ട് തന്നെ VD സതീശൻ അടക്കമുള്ള നേതാക്കന്മാർ പറയുന്നു ചില കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങളുടെ കൂടെ വരും. ഇപ്പൊ അമ്പലപ്പുഴയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി വരെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നിർത്തി പോകേണ്ടി വന്നു. കാരണം ഇതൊക്കെ വലിയ ഗൂഢാലോചനയുടെയും പ്ലാനിന്റെയും ഭാഗമായിട്ട് അംഗീകരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം കൊട്ടാരക്കരയിൽ ഇപ്പൊ ഐഷ പോറ്റി പോയി ഇവിടെ വിശ്രമ ജീവിതത്തിന്റെ ഇടയിൽ പോയി ജീവിതത്തിന്റെ 1/3 കാലം MLA ആയും G സുധാകരൻ ജീവിതത്തിന്റെ പകുതിയോളം കാലം MLA മന്ത്രിയുമായിട്ട് പ്രവർത്തിച്ചിട്ട് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോരാ, ഇപ്പൊ കോൺഗ്രസ് ആണ് നല്ലത്, കോൺഗ്രസ് പിന്തുണ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് പോകുന്നത് നമ്മൾ കാണുകയാണ്. ഇപ്പൊ ഞാൻ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ കഴിഞ്ഞിട്ടാണ് CPM-ന്റെ. അവിടെ ഒരു NDAയുടെ ഒരു സ്ഥാനാർത്ഥി വന്നിട്ടുണ്ട്. ആരെന്നറിയോ? ഇന്നലെ രാവിലെ വരെ കോൺഗ്രസിന്റെ DCC പ്രസിഡന്റ് ആയിരുന്നു. എന്ത് സാഹചര്യം വന്നാലും ഞാൻ കോൺഗ്രസ് വിടില്ല എന്ന് പറഞ്ഞ ബാബു ദിവാകരൻ എന്ന് പറഞ്ഞ അടൂരിലെ നേതാവ്, പത്തനംതിട്ടയുടെ DCCയുടെ ജനറൽ സെക്രട്ടറി ഇന്ന് വന്ന് കുന്നത്ത് നാട്ടിലെ NDA സ്ഥാനാർത്ഥിയായിട്ട് മാറിയിരിക്കുന്നു. ഇത് ഇവിടെയും നടക്കുന്നുണ്ട്, അപ്പുറത്തും നടക്കുന്നുണ്ട്. എന്നാൽ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ ഇത്തരത്തിൽ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിക്കാൻ ആർജവം കാണിക്കാതെ, ഒരു തരത്തിലും പ്രതികരിക്കാതെ, പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ച് തനിക്ക് സ്ഥാനാർത്ഥിത്വം കിട്ടാതെ വരുന്നു. ആ സമയത്ത് പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ അതെല്ലാം വേദവാക്യം, അതെല്ലാം ശരി എന്ന് പറഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ ഈ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാകില്ല. ഇതിലും വലിയ എത്രയോ നേതാക്കന്മാർ തെറ്റായ കാര്യങ്ങൾ, വാദങ്ങൾ ഉന്നയിച്ച് പാർട്ടിയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അരുൺകുമാർ, അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. യാന്തൂർ സാജന്റെ ആത്മഹത്യ, ആ മരണവുമായി ബന്ധപ്പെട്ട് അതിൽ ഫയൽ അവിടെ നിന്നും കടത്തി എന്നാണ് പറയുന്നത്. ആ കേസ് വേണമെങ്കിൽ ഒന്നുകൂടി അന്വേഷിക്കേണ്ട രൂപത്തിലേക്കുള്ള ഒരു ആരോപണം ഉയർത്തിവിട്ടുകൊണ്ടാണ് അദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയിരിക്കുന്നത്. ആന്തൂർ കേസ്, ആന്തൂരിൽ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം, ഞാൻ ഈ കസറിൽ ഇരിക്കുന്ന കാലത്തോളം താൻ ബിസിനസ് തുടങ്ങില്ല എന്ന് പറഞ്ഞതിൽ മനംനൊന്തായിരുന്നു ആ ആത്മഹത്യ. അതിനുശേഷം ദേശാഭിമാനി പത്രമടക്കം സാജന്റെ ഭാര്യയ്ക്കെതിരെ വ്യക്തിഹത്യ നടത്തിക്കൊണ്ട് തലക്കെട്ടോടുകൂടി വന്ന വാർത്തയൊക്കെ ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അത് വീണ്ടും ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഓർമ്മിപ്പിക്കുകയാണ് TK ഗോവിന്ദൻ. അരുൺകുമാർ, അത് ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കുമെന്നുള്ള പ്രധാനപ്പെട്ട വിഷയമാണ്. അന്ന് PK ശ്യാമളയ്ക്കെതിരെ നടപടിയെടുക്കും എന്നാണ് പാർട്ടി പറഞ്ഞിരുന്നത്. പിന്നീട് പാർട്ടി നടപടിയെടുത്തില്ല. എടുക്കില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അന്ന് വലിയ കലാപം ഉണ്ടാകുമായിരുന്നു അത്രേ. ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ നടപടിയെടുക്കുമെന്ന് പറഞ്ഞ ആളുകളെ സമാധാനിപ്പിക്കുകയായിരുന്നു എന്നാണ് ഗോവിന്ദൻ പറയുന്നത്. പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ് ഈ ഇത്രയും കാലം പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാവായി കണ്ണൂരിൽ നിന്നിരുന്ന ഒരു നേതാവാണ് പറയുന്നത്. ഒരൊറ്റ നിമിഷം കൊണ്ടത് മുഴുവൻ കളവാകുമോ അരുൺകുമാർ? വസ്തുതകൾ അല്ലെങ്കിൽ ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം. ഇപ്പൊ പണ്ട് സുപ്രീം കോടതി തന്നെ ചോദിച്ചു രേഖ എവിടെ എന്ന് ചോദിച്ചതുപോലെ ഒരു പ്രത്യേക ഘട്ടത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ തീരുമാനിച്ച്, പാർട്ടിയെ തള്ളി പറയാൻ തീരുമാനിച്ച്, ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ പാർട്ടിയെ ഏറ്റവും പ്രതിസന്ധിയിലാക്കണം എന്ന് തീരുമാനിച്ച്, അത് ഏകപക്ഷീയമായിട്ട് ഒരാൾ തീരുമാനിക്കില്ല. കാരണം വലിയ സപ്പോർട്ടും ഗൂഢാലോചനയും എല്ലാം അതിന്റെ പിന്നിലുണ്ടാകും. അത്തരത്തിലൊരു തീരുമാനം എടുത്തിട്ട് വന്നിട്ട് വർഷങ്ങൾ മുമ്പുള്ള സാഹചര്യം പറയുകയാണ്. അങ്ങനെ പറയുമ്പോൾ എന്തെങ്കിലും ഒരു തെളിവിന്റെ കണിക പുറത്തുവിടണ്ടേ? ഏതെങ്കിലും ഒരു രേഖ പുറത്തുവിടണ്ടേ? ഇപ്പൊ സഖാവ് MB ജയരാജൻ, CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം, നിമിഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ പത്രസമ്മേളനം നടത്തി ചില ഡോക്യുമെന്റുകൾ തന്നെ ഉദ്ധരിച്ചുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. ഇതാണ് നടന്നത് എന്ന് പ്രസ്താവിക്കുകയുണ്ടായി. ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ. ഇപ്പൊ ഇദ്ദേഹം ഇത്തരത്തിലൊരു പ്രസ്താവന കൊടുക്കുമ്പോൾ ഇന്ന ഡോക്യുമെന്റ് അല്ലെങ്കിൽ ഇന്ന തെളിവുണ്ടായിരുന്നു, ആ തെളിവ് പോലീസ് പരിഗണിച്ചില്ല, അന്വേഷണ ഏജൻസി പരിഗണിച്ചില്ല, അത് നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിച്ചു എന്ന് ആധികാരികമായിട്ട് പറയോ? നമുക്ക് പരിശോധിക്കാം. വീണ്ടും അന്വേഷണം വേണോ? അന്വേഷണം നടത്തിക്കോട്ടെ. പക്ഷെ അതൊന്നുമല്ല. ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സാഹചര്യത്തിൽ ഇന്നലെ 4 മണിക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു, 5 മണിക്ക് CPM-ന്റെ LDF-ന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു, 5:30 റോഡ് ഷോ നടത്തി. പ്രചരണ രംഗത്ത് വൻ മുന്നേറ്റം സൃഷ്ടിച്ചപ്പോ വലതുപക്ഷത്തിന്റെ കൈയായി മാറിയ ഒരു പഴയ നേതാവ്, ആ നേതാവ് വന്ന് ഇന്നൊരു പത്രസമ്മേളനം നടത്തി ചില വെളിപ്പെടുത്തൽ നടത്തിയിട്ട് ഇതെല്ലാം ആധികാരികമാണ്. എന്നാൽ എന്തുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പും ഇദ്ദേഹം ഈ ഘടകത്തിലും പുറത്തൊക്കെ ഇരുന്നല്ലോ, പല മാനങ്ങൾ ഇവിടെ വഹിച്ചല്ലോ. ഞാൻ വായിച്ചല്ലോ 3-4 ലിസ്റ്റ്. ഏറ്റവും പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനത്തിന്റെ തന്നെ ചെയർമാനായിട്ട് പ്രവർത്തിക്കുമ്പോൾ അന്നൊന്നും പറയാൻ തോന്നാത്ത കാര്യം, അന്നൊന്നും ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്ത കാര്യം, ഈ തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യാവസ്ഥയിൽ ഇടതുപക്ഷത്തെ തകർക്കാനുള്ള വാളായി, വലതുപക്ഷത്തിന്റെ വാളായിട്ട് അദ്ദേഹം മാറി. അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. ഇതിനും വലിയ നേതാക്കന്മാർ, ഇതിനും വലിയ മുഹൂർത്തത്തിൽ ഈ പാർട്ടിയെ തള്ളിപ്പറഞ്ഞ് പുറത്തു പോയവരെല്ലാം അത് പറഞ്ഞത് തെറ്റാണെന്നും അത് പാർട്ടിയെ ചതിക്കാൻ വേണ്ടിയിട്ടാണെന്നും ദശക്കണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന് സഖാക്കളെ ഉറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തിരിച്ചറിഞ്ഞ് ജനങ്ങൾ അവരെ പുച്ഛിച്ച് തള്ളിയിട്ടുണ്ട്. അവസാനം അവരെല്ലാം ജീവിതാവസാനം ഈ പാർട്ടിയിലേക്ക് തിരിച്ചു വന്ന ചരിത്രവുമുണ്ട്. അതിശക്തമായി ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് അർഹിക്കുന്ന അവജ്ഞയോടെ ഈ ആരോപണങ്ങൾ തള്ളിക്കളയുന്നു. ശരി, അങ്ങനെയാണോ? കണ്ണൂർ പൂർണ്ണമായും അത് തള്ളിക്കളയുമോ എന്നുള്ളതാണ്. ഞാൻ ശ്രീ ആനന്ദ് കൊച്ചുകുടിയിലേക്ക് വരാം. ഇടവേളയ്ക്ക് എത്താം ചർച്ചയിലേക്ക്. ശ്രീ രാജു P. നായർ,
ഇതിപ്പോൾ കുടുംബ രാഷ്ട്രീയം അല്ലെങ്കിൽ കുടുംബത്തെ മുഴുവൻ രാഷ്ട്രീയത്തിൽ കൊണ്ടുവരാൻ, നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം എന്നതാണല്ലോ പ്രധാനപ്പെട്ട ടി കെ ഗോവിന്ദന്റെ ആരോപണം. തനിക്ക് ശേഷം ഭാര്യ, തന്റെ 3 ടേം ശേഷം 4ാമത്തെ ടേമിലേക്ക് ഭാര്യ എന്നുള്ള ആരോപണമാണ് ഉന്നയിക്കുന്നത്. പക്ഷേ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് അതെങ്ങനെയാണ് അംഗീകരിക്കാൻ പറ്റുക? കോൺഗ്രസും കുടുംബ രാഷ്ട്രീയത്തിൽ മുന്നോട്ട് പോകുന്നവരാണ്. നിങ്ങൾക്ക് തലപ്പത്ത് തൊട്ട് അങ്ങനെയാണ്. ഇപ്പോൾ കേരളത്തിലും അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളുടെ മക്കളും ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു വിഷയം അംഗീകരിക്കാൻ? അതല്ല, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇത് കൃത്യമായി മുതലാക്കുക അല്ലെങ്കിൽ രാഷ്ട്രീയമായി നേട്ടമുണ്ടാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി മാത്രം പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് വി ഡി സതീശനുമായിട്ടും സണ്ണി ജോസഫുമായിട്ടും ഒക്കെ ഒരു ചർച്ച ടി കെ ഗോവിന്ദൻ നടത്തിയെന്ന ചില വാർത്തകളുണ്ട്. അല്ല, ഞങ്ങൾ ആരെങ്കിലും ഭാര്യയെ മത്സരിപ്പിക്കുന്നതിനെ മാത്രമായിട്ട് ഞങ്ങൾ ആരെങ്കിലും വിമർശിച്ചോ? ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു വിമർശനം ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. പക്ഷേ അവിടെ വിമർശനം വരുന്നത് ഈ ഇരട്ടത്താപ്പാണ്. പി ടി തോമസ് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ മത്സരിപ്പിച്ചതിനെതിരെ ഈ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയവർ ഇന്ന് ഇതിനെ ന്യായീകരിക്കുന്നത് കാണുമ്പോഴാണ് ആ ഇരട്ടത്താപ്പ്. കെ വി തോമസിനെ പോലെ കോൺഗ്രസ് പാർട്ടിക്ക് കൊടുക്കാൻ കഴിയുന്ന എല്ലാത്തിനെയും കൊടുത്തതിനു ശേഷം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ആ കെ വി തോമസിനെ ചുമലിൽ കൊണ്ട് നടന്ന അരുൺകുമാറിനെ പോലുള്ള CPM നേതാക്കന്മാർ ഇപ്പോൾ ഈ പറയുന്ന അധികാരത്തിന് വേണ്ടിയിട്ട് ജി സുധാകരനും അതുപോലെ തന്നെ ശ്രീ ടി കെ ഗോവിന്ദനും PV കുഞ്ഞികൃഷ്ണനും എല്ലാം മാറുന്നു എന്ന് പറയുന്നതിൻ്റെ ഇരട്ടത്താപ്പാണ് വിമർശിക്കപ്പെടുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് പി സരീൻ ഉൾപ്പെടെ നമുക്കറിയാലോ, അത് ഈ ഇരട്ടത്താപ്പാണ്. പിന്നെ അരുൺകുമാർ പറയുന്നതാണ് വർഗവഞ്ചകൻ. എല്ലാവരും ഇപ്പം PV കുഞ്ഞികൃഷ്ണൻ വർഗവഞ്ചകനാണ്, ടി കെ ഗോവിന്ദൻ വർഗവഞ്ചകനാണ്, ജി സുധാകരൻ വർഗവഞ്ചകനാണ്, ഇല്ലേ? ഇവരെല്ലാം വർഗവഞ്ചകനാണ്. അപ്പോൾ ഈ വർഗം എന്താണ് ഇന്നിവർ വർഗം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇവരെല്ലാം ഉയർത്തത് ആരുടെ വിഷയമാണ്? ഇവരെല്ലാവരും ഉയർത്തിയിരിക്കുന്നത് ഈ നാട്ടിലെ വർഗം എന്ന് പറയുന്നവരുടെ വിഷയമാണ്. ഈ രക്തസാക്ഷികൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് ഇവർ ഉയർത്തിയത്. എന്താ ശ്രീ MV ഗോവിന്ദനെതിരെയുള്ള ആരോപണം എന്താ? അവിടെ വർഗം എന്ന് പറയുന്ന ഇവരുടെ ആൾക്കാർക്ക് ചതിച്ചതും അല്ലെങ്കിൽ അവിടെ നടത്തിയിരിക്കുന്ന അഴിമതിയെ സംബന്ധിച്ചുമാണ് ഇവരുടെ വിഷയം, ഉന്നയിക്കപ്പെട്ട വിഷയം. അതിന് മറുപടി പറയാനില്ലാതെ വർഗവഞ്ചകൻ എന്നുള്ള ഒറ്റ ക്ലീശേ ഡയലോഗിൽ ഇത് ചുരുക്കാൻ സാധിക്കുമോ? അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. നോക്കൂ, എസ് രാജേന്ദ്രൻ CPM വിട്ടു. എന്തായിരുന്നു കാരണം? എത്ര വർഷമായിട്ട് എസ് രാജേന്ദ്രൻ അവിടെ MM മണിയും അദ്ദേഹത്തിൻ്റെ സഹോദരനുമായിട്ടുള്ള പ്രശ്നം നിലനിൽക്കുകയാണ്. അവിടെ എന്തായിരുന്നു CPM താല്പര്യം? ഈ പറയുന്ന ഭൂമാഫിയ ഉൾപ്പെടെയുള്ള താല്പര്യത്തിന് വേണ്ടിയിട്ട് എസ് രാജേന്ദ്രനെതിരായിട്ട് നിന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ആ പാർട്ടിയിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നു. ഒരുപക്ഷെ CPM സമീപകാലത്ത് കോൺഗ്രസിനേക്കാൾ അംഗീകരിക്കാൻ കഴിയുന്നത് BJP ആണെന്ന് അവരുടെ പ്രവർത്തനത്തിലൂടെയും തീരുമാനങ്ങളിലൂടെയും അറിവ് പകർന്നു നൽകിയത് കൊണ്ടാവാം എസ് രാജേന്ദ്രൻ സെലക്ട് ചെയ്തത് BJP ആണ്, ഇല്ലേ? ജി സുധാകരൻ എന്താ വിഷയം? ജി സുധാകരൻ എത്രയോ നാളായിട്ട് അവിടുത്തെ ജില്ലാ സെക്രട്ടറി ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ സംസ്ഥാനത്തെ മന്ത്രി ഉൾപ്പെടെയുള്ളവർ വർഷങ്ങളുടെ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള സുധാകരൻ്റെ രാഷ്ട്രീയത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് ചർച്ച നടക്കുന്നു, വാർത്തകൾ വരുന്നു. പിണറായി വിജയനോ അല്ലെ ആരെങ്കിലും അവിടെ ഉൾപ്പെട്ടിട്ടുണ്ടോ? സജി ചെറിയാനെ ഉൾപ്പെടെ അല്ലെങ്കിൽ അവിടുത്തെ മറ്റുള്ള നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള സാമ്പത്തിക താല്പര്യമല്ലേ അതിൻ്റെ പുറകിലുള്ളത്? എന്നിട്ട് അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം പുറത്തു പോകുമ്പോൾ അദ്ദേഹത്തെ വർഗവഞ്ചകൻ എന്ന് വിളിക്കുന്നുണ്ട്. എന്താ കാര്യം? PV കുഞ്ഞികൃഷ്ണൻ എത്ര പ്രാവശ്യമായിട്ട് ധനരാജ് രക്തസാക്ഷി തട്ടിപ്പിനെ സംബന്ധിച്ചിട്ടുള്ള വിഷയങ്ങൾ പാർട്ടിക്കകത്ത് ഉയർത്തി. അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് ഉന്നയിച്ച ആവശ്യം നീതി ലഭിക്കാൻ ഈ പാർട്ടി എന്തെങ്കിലും ചെയ്തോ? അദ്ദേഹം അവസാനം പുറത്തു പോകുമ്പോൾ എങ്ങനെ വർഗവഞ്ചകനായി മാറുന്നത്? ഇപ്പോൾ ടി കെ ഗോവിന്ദൻ ഉൾപ്പെടെ പറയുന്നു, ആന്തൂർ സാജൻ്റെ ഉൾപ്പെടെയുള്ള വിഷയത്തിൽ ആ പാർട്ടിക്കകത്ത് ഞങ്ങൾ അഭിപ്രായം ഉന്നയിച്ചു. അന്നത്തെ ജനവികാരം ശമിപ്പിക്കുന്നതിന് വേണ്ടി ഇദ്ദേഹവും ശ്രീ പി ജയരാജനും നടപടി ഉണ്ടാകും എന്ന് പറയാതെ വേറെ മാർഗമില്ലായിരുന്നു ജനങ്ങളുടെ വികാരത്തെ ശമിപ്പിക്കാൻ. അത് പറഞ്ഞതിൻ്റെ പേരിലാണ് MV ഗോവിന്ദൻ ഇവരെ രണ്ടുപേരെയും ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചത് എന്ന് പറയുന്നു. അപ്പോൾ അവിടെയും താല്പര്യം ആരുടെയാണ് സംരക്ഷിക്കപ്പെടുന്നത്? പ്രശ്നം ഇന്ന് CPM മുഴുവൻ ഈ അധികാര രാഷ്ട്രീയത്തിൻ്റെയും പണത്തിൻ്റെയും അഴിമതിയുടെയും താല്പര്യങ്ങൾ ഇന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല. പിന്നെ തെരഞ്ഞെടുപ്പിൽ ഇവർ മത്സരിക്കുന്നത് ജി സുധാകരനെ സംബന്ധിച്ചോളം ഇനി അവിടെ നിന്ന് മത്സരിച്ച് MLA ആയി പെൻഷൻ മേടിക്കുക എന്നുള്ളതല്ല താല്പര്യം. ഇന്ന് ഈ CPM നിന്ന് പുറത്തു പോകുന്നവരെല്ലാം ഉയർത്തുന്ന രാഷ്ട്രീയം ഇനി CPM തിരിച്ചു വരരുതെന്നുള്ളതാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന വർഗവഞ്ചക യഥാർത്ഥ വർഗവഞ്ചകകൾ CPM-നകത്ത് നിന്ന് CPM-ന്റെ പേരിൽ കഴിയുന്നുണ്ടോ? ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി അവിടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ
സുധാകരന് പിന്തുണ നൽകാൻ UDF തീരുമാനിക്കുമ്പോൾ പാർട്ടിയിൽ നിന്നും നേതാക്കൾ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അവിടെ നിന്നും ജോബ് ഇന്ന് രാജിവെക്കും, വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്ത് അങ്ങ് കണ്ടല്ലോ. സ്മൃതി, CPM-ന്റെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഭരണത്തിന്റെ കീഴിൽ നടന്നിരിക്കുന്നതെന്ന് അറിയോ? CPM-ന്റെ സംസ്ഥാന സമിതി മുതൽ ബ്രാഞ്ച് കമ്മിറ്റി വരെയുള്ളവർക്ക് അഴിമതി നടത്താനുള്ള ഫ്രീ ലൈസൻസ് ആയിരുന്നു, തട്ടിപ്പ് നടത്താനുള്ള ഫ്രീ ലൈസൻസ് ആയിരുന്നു. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ 10 കൊല്ലക്കാലങ്ങളിൽ ഭൂമി സംബന്ധിച്ചും അതല്ലെങ്കിൽ ഭൂമി നികത്തൽ സംബന്ധിച്ചും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള തട്ടിപ്പ് നടക്കുന്നത് സംബന്ധിച്ച് CPM-നെതിരെ എത്ര കേസുകൾ ഉണ്ടായിരുന്നു നോക്കൂ, എത്ര വിഷയങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ആ ബ്രാഞ്ച് കമ്മിറ്റി മുതൽ മുകളിലേക്കുള്ള എല്ലാവർക്കും ഫ്രീ ഹാൻഡ് കൊള്ളയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. CPM-ന്റെ പെയ്ഡ് അങ്ങനെയുണ്ട്, അവർ അലവൻസ് കിട്ടുന്ന ആൾക്കാരുണ്ട്. 40-50 വയസ്സ് കഴിഞ്ഞ സഖാക്കൾ പാർട്ടിയിൽ നിന്ന് 15,000, 20,000, ചിലപ്പോൾ 7,000 ഒക്കെ ഉണ്ട് അലവൻസ് മേടിക്കുന്നവർ. അവരുടെ ജീവിതം ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ മറ്റു മാർഗങ്ങളില്ല. അതുകൊണ്ട് എന്ത് കാണിച്ചാലും അംഗീകരിക്കുക, അതിനെ ന്യായീകരിക്കുക എന്നുള്ള ബാധ്യത പലർക്കും സാമ്പത്തിക താല്പര്യങ്ങൾ കൊണ്ടുണ്ടായിട്ടുണ്ട്. ആ സാമ്പത്തിക താല്പര്യങ്ങൾക്ക് പുറത്തു നിൽക്കുന്നവരാണ് ഇന്ന് വരുന്നത്. അവർക്ക് ലക്ഷ്യം മറ്റൊന്നുമല്ല. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരെ, യഥാർത്ഥ വർഗവഞ്ചകർ ഇന്ന് ഈ പാർട്ടിക്കകത്ത് ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്. അവരിനി വിജയിച്ചുകൂടാ. PV കുഞ്ഞികൃഷ്ണൻ സ്ഥാനാർത്ഥിയാവാൻ ആദ്യം തീരുമാനിച്ചില്ലല്ലോ, എന്താ വീണ്ടും തീരുമാനിച്ചത്? ഒരു രക്തസാക്ഷിയുടെ ഫണ്ട് തട്ടിപ്പ് നടത്തിയ ആളെ സംരക്ഷിച്ച് വീണ്ടും MLA ആക്കാൻ പോകുമ്പോൾ ഇനി അയാൾ ജയിച്ചുകൂടാ എന്ന് പറയുമ്പോൾ അദ്ദേഹം മത്സരത്തിനിറങ്ങിയാണ്. G. സുധാകരൻ ആലപ്പുഴയിൽ നടക്കുന്ന ഈ പറയുന്ന അധോലോക പ്രവർത്തനങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുക്കുന്ന നേതൃത്വം വീണ്ടും വരാതിരിക്കാൻ, രക്ഷിക്കാൻ വേണ്ടി മത്സരത്തിനിറങ്ങിയാണ്. ശ്രീ രാജു പി നായർ, ഞാൻ വായിക്കാം. TK ഗോവിന്ദൻ, V. കുഞ്ഞികൃഷ്ണൻ എന്നിവരെ കോൺഗ്രസ് പിന്തുണയ്ക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം ഇപ്പോൾ A. സുരേഷ് കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു. സുരേഷ് മത്സരിക്കുന്നതിലും പാർട്ടി തീരുമാനമെടുക്കുമെന്നുള്ളതാണ്. അപ്പോൾ CPM-ൽ നിന്നും കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ കോൺഗ്രസ് പിന്തുണയോടെ മത്സരിക്കാൻ പോകുന്നവരുടെ വിവരങ്ങളാണ് ഇപ്പോൾ വരുന്നത്. ഞാൻ ശ്രീ ആനന്ദ് കൊച്ചുകുടിയിലേക്ക്. ശ്രീ ആനന്ദ് കൊച്ചുകുടി, അങ്ങിലേക്ക് പലതവണ വരാൻ ശ്രമിച്ചപ്പോഴും ഫോൺ കട്ടായതുകൊണ്ടാണ്. നോക്കൂ, കണ്ണൂരിലുണ്ടായിരിക്കുന്ന ഈ വലിയ സ്ഫോടനം അത് എവിടെ വരെ ചെന്ന് എത്തുമെന്നാണ് അങ്ങ് കരുതുന്നത്? ഇന്നിപ്പോൾ TK ഗോവിന്ദൻ നടത്തിയിരിക്കുന്ന വാർത്താ സമ്മേളനം അത് TK ഗോവിന്ദന് പറയാൻ മാത്രമുള്ള കാര്യമായിരുന്നോ, അതോ അതിനു പിന്നിലും വേറെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ടോ? അങ്ങയുടെ ഒരു മനസ്സിലാക്കൽ എന്താണ്? സ്മൃതി, ഈ TK ഗോവിന്ദൻ്റെ പത്രസമ്മേളനം ഞാൻ വളരെ സസൂക്ഷ്മം കേട്ടിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞ വാക്കുകൾക്കിടയിൽ അതിൽ കൂടി നമുക്ക് വായിച്ചെടുക്കാവുന്ന പല കാര്യങ്ങളുമുണ്ട്. ഉദാഹരണത്തിന് അദ്ദേഹം പറയുന്നത് 2017 ആന്തൂർ സാജൻ്റെ ആത്മഹത്യക്ക് ശേഷം അവിടെ PK ശ്യാമളയ്ക്കെതിരെ വലിയ വികാരമുണ്ടാവുകയും PK ശ്യാമളയ്ക്കെതിരെ ഒരു നടപടിയെടുക്കുന്ന ഘട്ടം വരെ ഉണ്ടാവുകയും ആ സമയത്ത് അവിടെ നിന്ന് നഗരസഭയിൽ നിന്ന് ഡോക്യുമെന്റുകൾ അപ്രത്യക്ഷമാകുകയും, അത് PK ശ്യാമള ഇടപെട്ടിട്ടാണോ മറ്റാരെങ്കിലും ഇടപെട്ടിട്ടാണോ എന്ന് അദ്ദേഹം പറയുന്നില്ല, പക്ഷെ അതിൻ്റെ സൂചന വളരെ വ്യക്തമാണ്. അതിനുശേഷം ഈ അന്നത്തെ ജില്ലാ സെക്രട്ടറി ആയിരുന്ന P. ജയരാജനെ അവിടെ ലോക്സഭയിൽ സ്ഥാനാർത്ഥിയായി നിർത്തുകയും അദ്ദേഹം വലിയ ഭൂരിപക്ഷത്തിൽ തോൽക്കുകയും അതിനുശേഷം ആ സ്ഥാനത്ത് നിന്ന് താൽക്കാലികമായിട്ട് മാറ്റി നിർത്തിയ P. ജയരാജനെ ആ സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരാതെ എന്നാൽ VN വാസവനെ പോലെ കോട്ടയത്ത് ഇതുപോലെ തന്നെ മാറി നിന്ന മറ്റൊരു ജില്ലാ സെക്രട്ടറി ആ സ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുവരികയും, ഇതിലെല്ലാം വളരെ കൃത്യമായ സൂചനകളാണ്. പിന്നീട് അദ്ദേഹം പറയുന്നുണ്ട്, ഈ ആന്തൂർ സാജന്റെ മരണം അദ്ദേഹം ഒരു പാർട്ടിക്കാരുമായിട്ട് നല്ല ബന്ധത്തിലുള്ള ഒരാളാണ്, അല്ലാതെ അദ്ദേഹം വെറും ഒരു ബൂർഷ്വ മുതലാളിയൊന്നുമല്ല. അല്ലെങ്കിൽ ഇപ്പോൾ പാർട്ടിക്ക് ബൂർഷ്വ മുതലാളിമാരെ വലിയ പണ്ടത്തെ പോലെ മുതലാളിമാരോട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉള്ളതായിട്ടും എനിക്കറിയില്ല. എന്തായാലും ആന്തൂർ സാജന് അവർ ജീവിച്ചിരിക്കുന്നത് വരെ അനുവാദം കൊടുക്കില്ല എന്ന് പറയുന്ന ഘട്ടത്തിൽ ആന്തൂർ സാജൻ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ ഒടുക്കേണ്ടി വരുന്നത് എന്നുള്ള ആ ഒരു വളരെ PP ദിവ്യയുടെ കാര്യത്തിൽ കണ്ട പോലെ തന്നെ വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും അദ്ദേഹം പറയുന്നുണ്ട്, ഇനിയൊരു തുടരന്വേഷണത്തിന് സാധ്യതയുള്ള, പ്രത്യേകിച്ചും ഇനിയിപ്പോൾ മറ്റൊരു സർക്കാരാണ് വരുന്നതെങ്കിൽ ഈ കാര്യത്തിൽ ഒരു തുടരന്വേഷണം നടത്തി PP ദിവ്യയുടെ പോലെ തന്നെ കൃത്യമായിട്ട് അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരുത്താവുന്ന ഒരു കേസ് തന്നെയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഒരു കാര്യം. മറ്റൊരു കാര്യം, EP ജയരാജനുമായിട്ട് ഈ കാര്യങ്ങൾ സംസാരിച്ചിരുന്നു. ഇന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് കുറച്ച് ദിവസം ചെലവഴിച്ചതിന് ശേഷം
ഈ കാര്യം പുറത്തു പറയാതിരിക്കാൻ വേണ്ടി അവസാനം ചില നേതാക്കൾ ഇടപെടും എന്ന് കരുതിയപ്പോൾ അദ്ദേഹം പത്രസമ്മേളനത്തിനപ്പോഴേക്കും എത്തിയിരുന്നു. ഇത് കണ്ണൂരെ നേതാക്കൾക്കിടയിൽ പരസ്യമായ രഹസ്യമാണ് പലതും. ഇവിടെ സംസ്ഥാന സെക്രട്ടറി തന്നെ ഒരു വളരെ വ്യക്തമായിട്ടുള്ള നെപ്പോട്ടിസം, സ്വജന പക്ഷപാതം ചെയ്യുന്നു. അത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതിന് ഉള്ള ഒരു ഉത്തരം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, പിണറായി വിജയനെ അദ്ദേഹത്തിന് പണ്ട് തൊട്ടേ അറിയാം, എല്ലാ കാര്യങ്ങളും കെ രാഗേഷ് ഉൾപ്പെടെ പിണറായി വിജയനെ പറഞ്ഞറിയിക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം ഇങ്ങനെ നടക്കുന്നു. അപ്പോൾ അദ്ദേഹം പറയാതെ പറയുന്നത് ഇവിടെ പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ സ്വജനപക്ഷപാതവും അദ്ദേഹത്തിൻ്റെ മകളുമായിട്ട് ഉള്ള കേസിൻ്റെ കാര്യം, ഇന്നിപ്പോൾ അതിനെക്കുറിച്ച് മറ്റൊരു വാർത്ത വന്നിട്ടുണ്ട്, ആ രേഖകൾ കൊടുക്കണം എന്ന രീതിയിലുള്ള വാർത്ത ഞാനിപ്പോൾ കണ്ടിരുന്നു. ഈ വീണ വിജയൻ്റെ കേസുമായിട്ട് വരെ നമുക്ക് ബന്ധിപ്പിക്കാവുന്ന രീതിയിൽ, അതായത് എം വി ഗോവിന്ദൻ്റെ ഈ സ്വജനപക്ഷപാതത്തിന് പിണറായി വിജയൻ കൂട്ടുനിൽക്കുന്നത്, അവർ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് ഏതോ തരത്തിലുള്ള, ഇതെല്ലാം മൊത്തത്തിൽ ഈ പാർട്ടിയിൽ മൊത്തം സ്വജനപക്ഷപാതവും അഴിമതിയുമാണ് എന്നുള്ളതാണ് ടി.കെ. ഗോവിന്ദൻ ഇന്ന് വ്യക്തമായിട്ട് പറയുന്നത്. അങ്ങനെയാണ് നമുക്ക് വായിച്ചെടുക്കാവുന്നത്. 2 വർഷത്തിനിടയിൽ 3 പ്രധാനപ്പെട്ട നേതാക്കൾ പാർട്ടി വിടുന്നുണ്ട്. ഇപ്പോൾ മറ്റു വിഷയത്തിലാണെങ്കിൽ മനു തോമസ് എന്ന യുവ നേതാവ് നേതൃത്വത്തിനെതിരെ പല ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു. ജില്ലാ കമ്മിറ്റിയിൽ നിന്നാണ് അദ്ദേഹം പുറത്തുപോയത്. ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണനും ജില്ലാ കമ്മിറ്റിയിൽ നിന്നാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ ടി.കെ. ഗോവിന്ദൻ ജില്ലാ സെക്രട്ടറിയിൽ നിന്നാണ് പോയിരിക്കുന്നത്. ഇത് കണ്ണൂരിൽ എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ ഏറ്റവും ശക്തമായ ഇടമാണല്ലോ. അത് ഈ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ അത് കണ്ണൂരിൽ മാത്രം നിൽക്കുന്നതാകുമോ? ഈ തിരഞ്ഞെടുപ്പിൽ കേരളമാകെ തന്നെ അത് പ്രതിഫലിക്കുന്ന ഒരു വിഷയമായി മാറുമോ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും വലതുപക്ഷ വ്യതിയാനം ഭരണത്തിൽ തുടർന്ന കാലഘട്ടത്തിൽ ഉണ്ടായതിൻ്റെ ലക്ഷണങ്ങളാണ് എന്നുള്ളത് നമുക്കൊക്കെ ഇത് നന്നായിട്ടറിയാം. ഒരുപക്ഷെ ആഗോളീകരണ പശ്ചാത്തലത്തിൽ പരമ്പരാഗതമായ ശൈലിയിൽ നിന്ന് ഒരുപാട് മാറ്റത്തിന് വിധേയമാകേണ്ടി വന്നിട്ടുണ്ട് CPM. അത് മറ്റു ഉള്ളതിനേക്കാൾ ഇല്ലെങ്കിൽ ആ രീതിയിലോ അതിനപ്പുറമോ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്കതിനകത്ത് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നുണ്ട്. അത് പാർട്ടി എടുത്ത നിലപാടുകളാണെങ്കിലും സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റാണെങ്കിലും നയപരമായ പരിപാടികളിലാണെങ്കിലും ഈ വ്യതിയാനങ്ങളെല്ലാം ഒരു പക്ഷേ അടിസ്ഥാനപരമായിട്ട് വർഗ സ്വഭാവമുള്ളൊരു പാർട്ടിയെന്ന് വിശ്വസിക്കുന്ന ഒരു പക്ഷേ അംഗങ്ങൾക്ക് അത് അംഗീകരിക്കാൻ വിഷമമുണ്ടായിരുന്നിരിക്കാം. അതിനെക്കുറിച്ച് താഴെ ഘടകങ്ങളിലൊക്കെ ചർച്ച ചെയ്തിട്ട് അവിടെ നീതി ലഭിക്കാതെ വന്നപ്പോഴായിരിക്കാം ചെറിയ രീതിയിൽ തുടങ്ങിയ പൊട്ടിത്തെറി അത് കുറച്ചെങ്കിലും വലുതായി വരുന്നുണ്ട് എന്ന് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഇത് അഴിമതിയുമായി ബന്ധപ്പെട്ട ചരിത്രം ഉണ്ടെങ്കിൽ അത് പാർട്ടിക്ക് അകത്തുള്ളവർ തന്നെ അത് വിളിച്ചു പറയുന്ന കാര്യങ്ങൾ വരുമ്പോൾ അത് തീർച്ചയായിട്ടും പൊതുമണ്ഡലത്തിൽ അത് ചർച്ചയാകും. ആ വിഴുപ്പലക്കുന്നത് പാർട്ടിക്ക് ഉത്തരം പറയേണ്ടി വരും. പരമ്പരാഗതമായ ഒരു വർഗ സ്വഭാവമുള്ളൊരു പാർട്ടിക്ക് ആ നിലയ്ക്ക് അതിനെ നിലനിർത്താൻ കഴിയാതെ വരികയും ഇത്തരത്തിലുള്ള സ്വാധീനങ്ങൾക്ക് വിധേയമാവുകയും, ഇപ്പോൾ ഒരു വശത്ത് നമ്മൾ വർഗവഞ്ചകനായി മാറുന്നു എന്ന് പറയുമ്പോൾ തന്നെ വലതുപക്ഷ വ്യതിയാനത്തിൻ്റെ ഫലമായിട്ട് പാർട്ടിക്കകത്തുണ്ടായ തിരിച്ചടിയെ നമുക്ക് കാണാതെ പറ്റില്ല. മറ്റ് പാർട്ടികൾക്ക് പ്രത്യേകിച്ച് UDF-നൊന്നും ഇക്കാര്യത്തിൽ വലിയ ബുദ്ധിമുട്ട് വരാത്തതിൻ്റെ കാരണം അങ്ങനെ സംഘടിക്കപ്പെട്ട ഒരു കേഡർ പാർട്ടി ആയിരുന്നില്ല കോൺഗ്രസും മറ്റും. പക്ഷേ ഇത് കേഡർ പാർട്ടി എന്നുള്ള നിലയിൽ വരുമ്പോൾ എല്ലാ തട്ടിലും അതിനെ സ്ക്രീൻ ചെയ്യാനും പരിമിതപ്പെടുത്താനും നേർവഴിക്ക് നയിക്കാനും ഇന്നർ പാർട്ടി ഡെമോക്രസി ആഭ്യന്തര ജനാധിപത്യമൊക്കെ ഉൾക്കൊണ്ടിരുന്ന ഒരു സംഘടനാ സംവിധാനമാണ്. അതുകൊണ്ടാണ് അതിൻ്റെ ശക്തി ഇത്ര വർദ്ധിച്ചതും പല തിരഞ്ഞെടുപ്പുകൾക്ക് തിരിച്ചടി ഉണ്ടായെങ്കിലും വളരെ ശക്തമായി തിരിച്ചു വരാൻ കഴിഞ്ഞതുമെല്ലാം ഈ സംഘടനയുടെ ശക്തി കൊണ്ടാണ്. പക്ഷേ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിലുണ്ടായ മാറ്റങ്ങൾ നമ്മൾ ചൂണ്ടിക്കാണിക്കപ്പെടുന്ന പോലെ ഒരുപാട് പരാതികൾ പല തട്ടുകളിൽ നിന്ന് വരുന്നു. അപ്പോൾ കണ്ണൂരിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് ജില്ലകളെ അപേക്ഷിച്ച് ശക്തമായ പാർട്ടി ഗ്രാമങ്ങളുള്ള ഒരു ജില്ലയാണ്. കാസർഗോഡും കോഴിക്കോടും ഒക്കെ കുറച്ചുണ്ടെങ്കിലും ഏറ്റവും ശക്തമായി നിൽക്കുന്നത് കണ്ണൂർ തന്നെയാണ്. അപ്പോൾ അതിലെ പരമ്പരാഗതമായ അംഗങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ ഒരുപക്ഷെ സഹിക്കുന്നതിനുള്ള പരിധി വിട്ടതുകൊണ്ടായിരിക്കാം അവരെല്ലാം ഇത് വിമർശനം പരസ്യമായി പറയാൻ നിർബന്ധിതമാകുന്നത്. അകത്ത് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരു സാഹചര്യം വന്നപ്പോഴാണ്. പിന്നെ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വരുന്ന മാറ്റങ്ങളും കാണാം. ഇപ്പോൾ നമ്മൾ ഈ കണ്ട പല ആൾക്കാരും നേരത്തെ തന്നെ തുടങ്ങിയതാണെന്നറിയാം. ഇപ്പോൾ G. സുധാകരൻ്റെയൊക്കെ ഒരു ദിവസം രാവിലെ ഉണ്ടായൊരു സംഭവമല്ല. കഴിഞ്ഞ കുറേ കാലമായിട്ട് അദ്ദേഹം വേറിട്ട് നിൽക്കുകയാണെന്നുള്ളൊരു സൂചന മാധ്യമങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റു പലരും, ഇപ്പോൾ കുഞ്ഞികൃഷ്ണൻ്റെ സമീപകാലത്താണ് വന്നെങ്കിലും മാധ്യമലോകത്ത് അത് നേരത്തെ തന്നെ ചർച്ചയായിട്ടുണ്ട്. ഇപ്പോൾ ഗോവിന്ദൻ്റെ കാര്യമാണ് ഇപ്പോൾ പെട്ടെന്ന് പാർട്ടിയുടെ
തെരഞ്ഞെടുപ്പിൻ്റെ സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചുമായി ബന്ധപ്പെട്ട വിമർശനം പരസ്യമാക്കി വരുന്നത്. അപ്പോൾ ഇത് ഒരു പാർലമെൻ്ററി ജനാധിപത്യ സംവിധാനത്തിനകത്ത് അതിനെ അഡ്ജസ്റ്റ് ചെയ്ത് അക്കോമഡേറ്റ് ചെയ്ത് പോകുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ പഴയതുപോലെ കണിശമായ നിലപാടെടുക്കാൻ കഴിയുന്നില്ല എന്ന് മാത്രമല്ല, ട്രഡീഷണലായിട്ട് പാർട്ടിയെ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തതും ഇങ്ങനെ ഇതിനുള്ളൊരു തിരിച്ചടിയായി കാണും. പക്ഷെ അതിൽ കാണുന്ന ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്, ഇതിൽ നിന്ന് പോകുന്ന ആൾക്കാർ ചെന്നെത്തുന്നത് പല പാർട്ടികളിലേക്കാണ്. എല്ലാവരും കോൺഗ്രസിലേക്കല്ല, എല്ലാവരും UDF-ലേക്കല്ല, BJP-യിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ഒരുപക്ഷെ രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ ഏതെങ്കിലും ഒരു മുന്നണിയുടെ ശക്തി വേണം, അതില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളൊരു സാഹചര്യമാകാം. നേരത്തെ കാലത്ത്, പഴയ കാലത്ത് ടി.പി. ചന്ദ്രശേഖരനെ ആക്രമിച്ചതും അന്ന് അതിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായ ത്രെട്ടുകളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കപ്പെട്ടതുമെല്ലാം ഇപ്പോൾ പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ KK രമ എന്ന പാർട്ടി ഉണ്ടാക്കിയപ്പോൾ അതിനെ ശക്തമായി നേരിട്ട് അതിനെ ആക്രമിക്കാൻ ശ്രമിച്ച സാഹചര്യവുമെല്ലാം നമുക്കുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ കാര്യമായ പ്രശ്നങ്ങൾ അതിനകത്തുണ്ട് എന്ന് പൊതുസമൂഹത്തിന് തോന്നുന്നുണ്ടെങ്കിൽ അവരൊരിക്കലും കുറ്റപ്പെടുത്താൻ പറ്റില്ല. അത് ഭരണത്തിലിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അഴിമതിരഹിതമായ സംവിധാനത്തിൽ കൂടി മുന്നോട്ട് പോകേണ്ട ഒരു കാഴ്ചപ്പാടാണ് വേണ്ടിയിരുന്നത്. അതിന് വിഘാതമുണ്ടായി എന്നുള്ളത് അകത്തുള്ളവർ തന്നെ പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മളത് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ടി വരുന്നുണ്ട്. ശരി, അഡ്വക്കേറ്റ് അരുൺകുമാർ, ഇപ്പോൾ ഈ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളാണല്ലോ ഇപ്പോൾ. തലശ്ശേരി ആയാലും ഏറ്റവും ശക്തമായ സ്ഥലമാണ്. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന പയ്യന്നൂരും തളിപ്പറമ്പും ഒക്കെ. ഇപ്പോൾ ഈ തളിപ്പറമ്പിലെ സാഹചര്യം നോക്കുമ്പോൾ മലപ്പട്ടം എന്ന പ്രദേശത്തു നിന്നാണ് ഈ TK ഗോവിന്ദൻ വരുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ട നേതാവുമാണ്. ഈ മലപ്പട്ടം, ആന്തൂർ ഇവിടെയൊക്കെ എതിർ സ്ഥാനാർത്ഥികളില്ലാതെ വിജയിക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലങ്ങളിൽ നിന്നാണ് ഈ എതിർവികാരം ഉണ്ടാകുന്നത്. ഇപ്പോൾ തളിപ്പറമ്പിൽ ഈ മുസ്ലിം ലീഗിനൊക്കെ ലീഗ് കേന്ദ്രങ്ങളായ ചില പ്രദേശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടുത്തെ വോട്ടിനെ മറികടക്കുക മലപ്പട്ടം ആന്തൂരിലെയും വോട്ട് കൊണ്ടാണ്. ഇതാണ് സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. അവിടെയാണ് ഇപ്പോൾ ഒരു എതിർ ശബ്ദം ഉയർന്നിരിക്കുന്നത്. ആ എതിർ ശബ്ദം എന്നുള്ളത് തൻ്റേത് മാത്രമല്ല, പ്രവർത്തകരുടേതാണ്, അണികളുടേതാണ് എന്ന് TK ഗോവിന്ദൻ അതിന് ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിക്കുകയാണ്. കമ്മിറ്റികളിൽ എത്രത്തോളം എതിർപ്പുണ്ടായി, ആ എതിർപ്പിന് ശേഷമാണ് ആ തീരുമാനത്തിലേക്ക്, അടിച്ചേൽപ്പിക്കുന്ന തീരുമാനത്തിലേക്ക് വന്നതെന്നതാണ്. ഈ മധുസൂദന്റെ കാര്യത്തിലും അതെ. പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റിയിലും ഭൂരിപക്ഷം TA മധുസൂദനെതിരായിരുന്നു. പക്ഷം തീരുമാനം അടിച്ചേൽപ്പിച്ചു എന്നുള്ളതാണ്. പയ്യന്നൂർ, പെരുങ്ങോം ഏരിയകളാണ് പയ്യന്നൂർ മണ്ഡലത്തിൽ. അതിൽ ഭൂരിഭാഗം ആളുകളും മധുസൂദന്റെ സ്ഥാനാർത്ഥിത്വത്തെ എതിർക്കുകയായിരുന്നു എന്നുള്ള വിവരമുണ്ട്. അപ്പോൾ പാർട്ടിയുടെ അണികളുടെ അല്ലെങ്കിൽ കമ്മിറ്റികളുടെ ഒക്കെ എതിർപ്പിനെ മറികടന്നുകൊണ്ട് തലപ്പത്ത് നിന്നും അടിച്ചേൽപ്പിക്കുന്ന സ്ഥാനാർത്ഥികൾ, അത് തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയാകില്ലേ? ഉന്നയിക്കപ്പെടുന്ന ആരോപണങ്ങളുടെ വലിപ്പം കൂടി നോക്കുമ്പോൾ അരുൺകുമാർ. ഇവിടെ ഈ ചർച്ചയ്ക്കിടയിൽ താങ്കൾ ഡൽഹിയിൽ നിന്നുള്ളൊരു വിവരം ബഹുമാനപ്പെട്ട കോൺഗ്രസ് പ്രതിനിധിയെ ഓർമ്മിപ്പിക്കുകയുണ്ടായി. അത് ശ്രീ TK ഗോവിന്ദനെയും അതുപോലെ തന്നെ ശ്രീ കുഞ്ഞികൃഷ്ണനെയും സഹായിക്കാൻ, പിന്തുണയ്ക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചു എന്നതാണ്. എന്നാൽ KPCC പ്രസിഡന്റായി കണ്ണൂരിലെ കോൺഗ്രസ് പാർട്ടിയുടെ മുഖം എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കപ്പെടുന്ന ആ K സുധാകരനെ കോൺഗ്രസ് പിന്തുണയ്ക്കുമോ സഹായിക്കുമോ എന്ന് ഒരു അറിയിപ്പും ഇതുവരെ ഡൽഹിയിൽ നിന്ന് വന്നിട്ടില്ല. അദ്ദേഹം നാളെ ഡൽഹിക്ക് വീണ്ടും ഫ്ലൈറ്റ് കയറുകയാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തതും അത് കണ്ടില്ല എന്നും താൻ അറിയാതെ പോസ്റ്റ് ചെയ്തു എന്നും തന്നെ വിളിച്ചു എന്നും വിളിച്ചില്ല എന്നൊക്കെ KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള സംവാദമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇപ്പൊ പുറത്തു വന്ന വാർത്ത എന്ന് പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കാര്യം, പാർട്ടിക്ക് വലതുപക്ഷ വ്യതിയാനം വന്നു എന്നതാണ് ഇവിടെ നിരീക്ഷകരായിട്ട് പങ്കെടുക്കുന്ന മാധ്യമപ്രവർത്തകരും പറയുന്നത്. എന്നാൽ പാർട്ടിക്കല്ല വലതുപക്ഷ വ്യതിയാനം വരുന്നത്. ചില പ്രവർത്തകർക്ക്, ചില നേതാക്കന്മാർക്ക് ചില കാലഘട്ടങ്ങളിൽ പാർലമെന്ററി ജനാധിപത്യത്തോട് അമിതമായിട്ടുള്ള താല്പര്യം വരും. ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടി എന്ന രൂപത്തിൽ ജനങ്ങളെ സേവിക്കാൻ ഏതെങ്കിലും പാർലമെന്ററി സ്ഥാനം വേണമെന്ന് നിർബന്ധമില്ല. സംഘടനാപരമായിട്ടുള്ള ഉത്തരവാദിത്വത്തിൽ നിൽക്കുമ്പോഴും ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടുകയും ജനങ്ങളുടെ ഇടയിൽ ഏറ്റവും അവർക്ക് വേണ്ടി ഹൃദയത്തോട് ചേർന്ന് അവരെ സംരക്ഷിക്കാൻ നമുക്ക് കഴിയും. ഇപ്പോൾ 75 വയസ്സായി പാർട്ടി ഒരു പ്രായം നിശ്ചയിക്കുന്നു, പോളിറ്റ് ബ്യൂറോ നിശ്ചയിക്കുന്നു. ഇന്ത്യയിൽ ആകമാനം 75 വയസ്സാകുമ്പോൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ നിന്ന് റിട്ടയർ ആകണം. അത് അംഗീകരിച്ച് വളരെ മാതൃകാപരമായി ഞാൻ ആ തീരുമാനം നടപ്പാക്കും എന്ന് പറഞ്ഞു പോയി. 3-4 വർഷം വീട്ടിലിരിക്കുകയല്ല, മറ്റു പല ചുമതലകളും ഏൽപ്പിക്കുന്നുണ്ട്, മറ്റു പല സംഘടനകളിലും പ്രവർത്തിക്കുന്നുണ്ട്. അതിനുശേഷം എനിക്ക് വീണ്ടും ജനപ്രതിനിധിയാകണം എന്നും പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കണ്ടോ ഏതെങ്കിലും ഒരു ഐഡിയോളജിയുടെ പുറത്താണോ പുറത്തുപോയത്? ഇപ്പൊ G സുധാകരൻ ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്ന ഏത് ഐഡിയോളജിയാണ്? അവിടെ ചില പ്രാദേശിക നേതാക്കന്മാർക്കെതിരെയും ലോക്കൽ MLA-ക്കെതിരെയും ആരോപിച്ചത് ഏതെങ്കിലും ഐഡിയോളജിക്കൽ ഇഷ്യൂ ആണോ? ഇപ്പൊ ഇവിടെ ഉന്നയിച്ചിരിക്കുന്നു. ഇപ്പൊ അങ്ങ് പറഞ്ഞല്ലോ പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ് മലപ്പട്ടം. ഈ മലപ്പട്ടത്തിന്റെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു TK ഗോവിന്ദന്റെ ഭാര്യ. ആ മലപ്പട്ടം ഉൾക്കൊള്ളുന്ന ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണ് ഈ TK ഗോവിന്ദന്റെ ഭാര്യ. അപ്പോ ഭാര്യ ആയതിനു ശേഷമോ ഭാര്യ ആകുന്നതിന് മുമ്പോ വിവാഹത്തിന് മുമ്പോ
പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിട്ടുള്ള വനിതകളുണ്ട്. അവർ ഒരു വിവാഹം കഴിച്ചു, ഒരു നേതാവിനെ വിവാഹം കഴിച്ചു, അതുകൊണ്ട് ഇനി ജനപ്രതിനിധിയാകാൻ പാടില്ല, പൊതുസ്ഥലത്തേക്ക് പൊതു മേഖലകളിലേക്ക് വരാൻ പാടില്ല എന്ന് പറയാൻ കഴിയുമോ? ഇപ്പൊ എം പി ഗോവിന്ദൻ മാസ്റ്റർ വിവാഹം കഴിക്കുമ്പോൾ ശ്യാമള ടീച്ചർ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗ, ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പ് 1980-കളിൽ അന്ന് ഡിവൈഎഫ്ഐയുടെ രൂപീകരണ കാലഘട്ടത്തിന് ശേഷം ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള പൊരുതുന്ന യുവജന പ്രസ്ഥാനമായിട്ട് മുന്നേറുമ്പോൾ കണ്ണൂർ പോലുള്ള ജില്ലയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ടുള്ള ഒരു വനിത, ആ വനിത ഒരു നേതാവിന് വിവാഹം കഴിച്ചു. അന്ന് ഗോവിന്ദൻ മാസ്റ്റർ നേതാവല്ലല്ലോ, അത്ര നേതാവല്ല, അന്നത്തെ ഡിവൈഎഫ്ഐയുടെ നേതാവാണ്, പാർട്ടിയുടെ നേതാവല്ല. അപ്പൊ ആ രീതിയിൽ വളർന്നു വരുമ്പോ ഇനി വിവാഹമൊക്കെ കഴിച്ചു, ഇനി നിങ്ങൾ പൊതുപ്രവർത്തന രംഗത്ത് പാടില്ല എന്ന് പറയാൻ പറ്റുമോ? ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും അങ്ങനെയാണെങ്കിൽ ടി കെ ഗോവിന്ദൻ ഉന്നയിച്ച സുകന്യയുടെ പേര് അല്ല, അങ്ങ് പറഞ്ഞ ശരിയാണെന്നാണ് ഞാൻ പറഞ്ഞത്. ടി കെ ഗോവിന്ദൻ ഉന്നയിച്ച സുകന്യയുടെ പേരും അങ്ങനെയാണെങ്കിൽ ജെയിംസ് മാത്യുവിന്റെ ഭാര്യയാണല്ലോ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അതല്ല ടി കെ ഗോവിന്ദൻ പറഞ്ഞത്. തനിക്ക് ശേഷം തൊട്ടു പിന്നാലെ, അതായത് മൂന്ന് തവണ ആയതിനു ശേഷം 4ാം തവണ എന്റെ ഭാര്യ ഇരിക്കട്ടെ എന്ന തീരുമാനം എന്നതാണ് പറഞ്ഞത്. ഇല്ല, ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ പറയാം, തുടർച്ചയായ ചർച്ചകളിൽ പറഞ്ഞോളാം. അവസാനത്തെ 10 മിനിറ്റ് CPM പ്രതിനിധിയെ അങ്ങ് പറയാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ള പൊതു പോളിസി ഉണ്ട് കോൺഗ്രസ്. അത് ആധികാരികമായിട്ട് മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ വേറെ തർക്കത്തിനൊന്നും നിൽക്കുന്നില്ല. ഇവിടെ അത്തരത്തിൽ പൊതുപ്രവർത്തകരായിട്ട് വരുന്ന വനിത അവരുടെ മെറിറ്റ് നോക്കി അവരെ ഏതെങ്കിലും ഒരു സ്ഥാനത്തേക്ക് പരിഗണിച്ചാൽ ഇന്നയാളുടെ ഭാര്യയാണ്, അതുകൊണ്ട് തുടർച്ചയാണ് എന്ന് പറയാൻ പറ്റുമോ? ഇപ്പോ ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, 14 പേർക്കല്ലേ കേരളത്തിൽ മന്ത്രിയാകാൻ പറ്റൂ CPM-ന്റെ, 63-64 പേർക്കല്ലേ MLA ആകാൻ പറ്റൂ. ഇപ്പൊ അത് 70ഓളം പേർക്ക് MLA ആകാം. ഇതല്ലേ പറ്റൂ. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ ലക്ഷക്കണക്കിന് 5.5 ലക്ഷം പാർട്ടി മെമ്പർമാരുണ്ട്. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാത്ത ലക്ഷക്കണക്കിന് ആളുകളുണ്ട് ഈ പാർട്ടിയിൽ. അത്തരത്തിൽ വരുമ്പോ മെറിറ്റ് നോക്കി പരിഗണിച്ചു. ഇപ്പോ ഞാൻ പറഞ്ഞിട്ട്, ഞാൻ ആദ്യം 3-4 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഭാരവാഹിത്വം പറഞ്ഞു. കണ്ണൂരിലെ കാർഷിക ബാങ്കിന്റെ പ്രസിഡന്റ്, പരിയാരം മെഡിക്കൽ കോളേജിന്റെ ചെയർമാൻ, അതുപോലെ KPCCയുടെ ചെയർമാൻ, ഹാൻഡ്വിന്റെ ചെയർമാൻ. ഈ സമയത്തൊന്നും കുഴപ്പമില്ല. ഒറ്റ കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കട്ടെ, 2017-ലാണല്ലോ ആന്തൂർ മുനിസിപ്പാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടായേ. 2019 ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പുണ്ടല്ലോ, അന്ന് എന്തിയെ ഈ ടി കെ ഗോവിന്ദൻ ഈ പരാതി ഇല്ലാതെ പോയെ? 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നല്ലോ, അന്ന് എന്തിയെ ഈ ടി കെ ഗോവിന്ദൻ ഈ പരാതി ഇല്ലാതെ പോയെ? ഇപ്പൊ എന്തിയെ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തീകരിച്ചപ്പോ ഇത്തരത്തിലൊരു പരാതി വന്നത്? അല്ല, അദ്ദേഹം പറയുന്നത് പാർട്ടി ജില്ലാ സെക്രട്ടറി പി ജയരാജനായിരുന്നു. പി ജയരാജനോട് പ്രതികാരം തീർത്തു എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. പക്ഷേ ഇപ്പോൾ PK ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ താൻ എതിർത്തു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ആ യോഗത്തിൽ തന്റെ എതിർപ്പ് അറിയിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പറയേണ്ട സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടും അത് നടപ്പാകാതിരിക്കുമ്പോഴാണ് പുറത്തേക്ക് വരാം എന്ന് തീരുമാനിക്കുന്നത്. ഇല്ല, ഒരു സഖാവ് അതിന്റെ ഘടകത്തിൽ അഭിപ്രായം പറഞ്ഞു എന്ന് വെച്ച് ആ അഭിപ്രായം തന്നെ ശരിവെക്കണമെന്നുണ്ടോ? വ്യക്തി ഘടകത്തിനും ഘടകം മേൽഘടകത്തിനും വിധേയമാണ്. ഒരു വ്യക്തി ആ വ്യക്തിയുടെ അഭിപ്രായം പറഞ്ഞാലും ആ കമ്മിറ്റിയിലെ ഭൂരിപക്ഷ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വിജയം മുന്നിൽ കണ്ടുകൊണ്ട്, വിജയ സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. അത് മേൽഘടകം അംഗീകരിക്കും. അത്തരത്തിലൊരു തീരുമാനം വന്നിട്ട് ഞാൻ പറഞ്ഞതാണ് ശരി. ചിലർ ആദർശം കൊണ്ട് പാർട്ടിയിൽ വരും, ചിലർ ആൾക്കൂട്ടം കണ്ടുവരും, ചിലർ വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടി പാർട്ടിയിൽ വരും. ഈ ആൾക്കൂട്ടം കണ്ടും വ്യക്തിപരമായിട്ടുള്ള ലാഭത്തിന് വരുന്നവരും അത് കണ്ടുപോകും. ചിലർ വളരെ ആദർശത്തിന്റെ ഭാഗമായി വന്നു. ചില ഘട്ടത്തിൽ വലതുപക്ഷ വ്യതിയാനം വന്ന് പാർലമെന്ററി മോഹത്തിന് പോലും. അതല്ലേ 80 വയസ്സിൽ വന്ന് എനിക്ക് മത്സരിക്കണം എന്ന് പറയുന്നത്. അതുകൊണ്ട് കോൺഗ്രസ് പ്രതി മനസ്സിലാക്കേണ്ടത് ഇവിടെ ഉന്നയിക്കപ്പെടുന്ന ആരോപണവും അപ്പൊ അല്ല, അത് ഉന്നയിക്കുന്നവർക്ക് എന്തും ഉന്നയിക്കാം. അതുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ശ്രദ്ധിക്കേണ്ടത്, ആ കെ സുധാകരൻ ഇപ്പൊ കോൺഗ്രസിലുണ്ടോ? അദ്ദേഹത്തെ നിങ്ങൾ കണ്ണൂര് പരിഗണിക്കുമോ? അതുപോലെ ഇന്നലെ രാവിലെ വരെ കോൺഗ്രസ് ആയിട്ട് ഇന്ന് കുന്നത്തുനാട് മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായിട്ട് വന്നവരുൾപ്പെടെ നിരവധി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നുണ്ട്. അതുകൊണ്ട് മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ ഈ പാർട്ടി എടുത്ത തീരുമാനത്തെ നിങ്ങൾ ഇങ്ങ് തള്ളി പറയാൻ നിൽക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്ക്. 23-ാം തീയതി നോമിനേഷന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ്. അതിനു മുമ്പെങ്കിലും നിങ്ങൾക്ക് ഈ ഘടകകക്ഷി ചർച്ചയൊക്കെ പൂർത്തീകരിച്ച് പ്രഖ്യാപിക്കാൻ പറ്റുമോ എന്നൊന്ന് സമയമെടുക്കുന്നത് നിങ്ങളുടെ അടുത്തുനിന്ന് വരുന്ന ആൾക്കാരെ അവരെ കൂടി ഒന്ന് പരിഗണിക്കാൻ വേണ്ടിയിട്ടാണെന്നേ. ആയിക്കോട്ടെ, അവര് പരിഗണിച്ചോട്ടെ. അതൊക്കെ വരും ദിവസങ്ങളിൽ കേരളത്തിന് ബോധ്യപ്പെടും. ആര് പരിഗണിക്കും, ആരടിക്കും, ആരിടിക്കും. ഘടകകക്ഷികൾ തമ്മിൽ വിജയൻ ഇറങ്ങുന്നു കണ്ണൂരിൽ. അരുൺകുമാർ, ശക്തി പ്രകടനം നടത്താൻ നാളെ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അതാ കണ്ണൂരിൽ റോഡ് ഷോ നടക്കാനിരിക്കുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ ടി കെ ഗോവിന്ദന് നൽകാനിരിക്കുന്ന മറുപടി അല്ലേ?
അല്ല, നാളെ റോഡ് ഷോ നടത്താൻ പിണറായി വിജയൻ സഖാവ് 14 ജില്ലയിലും വരും തെരഞ്ഞെടുപ്പ് നാളത്തെ റോഡ് ഷോ പ്രത്യേകതയുണ്ടല്ലോ. ഇന്ന് ടി കെ ഗോവിന്ദന്റെ വാർത്താ സമ്മേളനം രണ്ടുപേർ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും പുറത്തിറങ്ങിയവരെ കോൺഗ്രസ് പിന്തുണയ്ക്കാൻ തീരുമാനിക്കുമ്പോഴാണ് നാളെ ആ റോഡ് ഷോ വരുന്നത്. ഞാൻ തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. ശ്രീ രാജു പി നായരോട് ചോദ്യമുണ്ട്. മണിക്കെത്താം. ശ്രീ രാജു പി നായർ, ഇപ്പോൾ കെ സുധാകരന്റെ കാര്യം കൂടി അതിൽ കൂടി മറുപടി പറഞ്ഞ് നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. കെ സുധാകരൻ നാളെ ഇപ്പോൾ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. എന്താണ് ഇപ്പോൾ കണ്ണൂരിൽ CPM-ൽ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് നിങ്ങൾക്ക് നേട്ടമാകുമെന്ന് കരുതുമ്പോൾ ഇനി പാർട്ടിക്കകത്ത് സുധാകരൻ എന്തുണ്ടാക്കുമെന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. അല്ലല്ല, എന്തുണ്ടായാലും എന്നെ സംബന്ധിച്ച് ഇപ്പോൾ ഈ ചർച്ചയിലുള്ള സന്തോഷം എന്ന് പറഞ്ഞാൽ അരുൺകുമാറിന് കെ സുധാകരനുള്ള സ്നേഹം ഞങ്ങളുടെ കണ്ടു. CPM-ന്റെ സ്നേഹമാണെന്ന് ചോദിക്കും. അങ്ങനെ കെ സുധാകരൻ കണ്ണൂർ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ LDF സ്ഥാനാർത്ഥിയെ ചിലപ്പോൾ നിർത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത്രമാത്രം വലിയ സ്നേഹം ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മുടെ ഈ പഴയ സിനിമയിൽ ജഗതി അവതരിപ്പിച്ച കഥാപാത്രത്തെ നാണിപ്പിക്കരുത് അരുൺകുമാർ. ശരി, അപ്പൊ ആ കഥാപാത്രത്തെ അരുൺകുമാർ നാണിപ്പിക്കരുത് എന്ന് മാത്രം എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളൂ. രണ്ടാമത്തെ കാര്യം, ഈ കുടുംബാധിപത്യത്തെക്കുറിച്ചും കുടുംബാധിപത്യത്തെക്കുറിച്ചും അപ്പൊ പിന്നെ ഇരട്ടത്താപ്പാണ്. അപ്പൊ പിന്നെ ഞാനതാ പറഞ്ഞത്, ഈച്ചയെ നാണിപ്പിക്കരുത് പറഞ്ഞ അരുൺകുമാർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈച്ച ആവരുത് എന്ന് പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഭാര്യമായി മത്സരിക്കുന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ വിശദമായ വാദങ്ങൾ കണ്ടു. ഞാൻ പറയട്ടെ, വിശദമായ വാദങ്ങൾ കണ്ടു. ഞാൻ ശ്രീ അരുൺകുമാറിനും പ്രേക്ഷകർക്കും തൃക്കാക്കര തെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോഴും ഉള്ള അരുൺകുമാറിന്റെ വാദങ്ങളെ ഞാൻ അവർക്ക് വേണ്ടി സജസ്റ്റ് ചെയ്യുന്നു, ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പൊ മതി, ഇരട്ടത്താപ്പിന്റെ മുഖങ്ങളായി മാറരുത്. ദയവേത് ഇരട്ടത്താപ്പിന്റെ മുഖങ്ങളായി മാറരുത്. നിങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. കാരണം ഇവിടുത്തെ BJP-യെ തടുത്തു നിർത്തണമെങ്കിൽ LDF UDF ദ്വന്ദ്മുണ്ടെങ്കിൽ മാത്രമേ കഴിയൂ എന്ന് വിശ്വസിക്കുന്നത്. നിങ്ങൾ ഇന്നവിറ്റബിൾ ഇവിളാണ്, നിങ്ങൾ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു ഇവിളാണ്. പക്ഷെ നിങ്ങൾ സ്വയം ഇല്ലാതെയാവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്ന് വെച്ചാൽ ചരിത്രത്തിന് പോലും പിടിച്ചു നിർത്താൻ കഴിയില്ല. അതാണ് ബംഗാളിലേക്ക് ഇന്ന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകൾ വിരൽ ചൂണ്ടുന്നത്. മത്സരിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ പാർട്ടി എന്ത് തീരുമാനിക്കുമെന്നൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് ശ്രീ രാജു പി നായർ. അങ്ങനെയെങ്കിൽ വേറെ MP-മാർ കുപ്പായം തേച്ച് നിൽക്കുകയാണെന്നേ. അദ്ദേഹത്തിന്റെ ഉറച്ച തീരുമാനം പറഞ്ഞല്ലോ, പാർട്ടി തീരുമാനിക്കും. പാർട്ടിയുടെ തീരുമാനത്തിന് മുമ്പ് എല്ലാവർക്കും അവരുടേതായ കാര്യങ്ങൾ പറയാനുള്ള അവകാശമുണ്ട്. അത് അംഗീകരിക്കണോ വേണ്ടേ എന്നുള്ളത് പാർട്ടി തീരുമാനിക്കും. കെ സുധാകരന്റെ നിലപാട് ഏറ്റവും ശക്തമായ നിലപാടാണ്. പാർട്ടി തീരുമാനിക്കും. പാർട്ടി തീരുമാനിച്ചതിന് ശേഷം മറിച്ചുണ്ടെങ്കിൽ ലിസ്റ്റും വരുമോ ശ്രീ രാജു പി നായർ? അത് പറയാൻ ഞാൻ ആളല്ല. ഇപ്പോഴും CPM-ന്റെ മുഴുവൻ ലിസ്റ്റ് വന്നിട്ടില്ലല്ലോ. അവിടുത്തെ വെളുത്ത പുകയാണോ? അവിടുത്തെ അല്ല അരുൺകുമാറെ, CPM-ന്റെ ബാക്കിയുള്ള മണ്ഡലങ്ങളിൽ വെളുത്ത പുകയാണോ കറുത്ത പുകയാണോ അതോ പുകയില്ലാത്ത അവസ്ഥയാണോ? അതോ പുകയില്ലാത്ത അവസ്ഥയാണോ? അല്ല അരുൺകുമാർ ഇത് പറ. അരുൺകുമാർ LDF-ന്റെ അല്ലല്ല അരുൺകുമാർ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ആദ്യം റോഡ് ഷോ നടത്തുന്നവർക്കാണ് വോട്ട് എന്ന് മണ്ടത്തരം വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് ഇലക്ഷനിലൊക്കെ നിങ്ങൾ ജയിക്കണ്ടായിരുന്നോ? ഈ പഞ്ചായത്ത് ഇലക്ഷനിൽ മുഴുവൻ ആദ്യം റോഡ് ഷോ നടത്തുന്നവരാണ് വോട്ട് കൊടുക്കുന്നതെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജയിക്കണ്ടായിരുന്നോ? ഏതായാലും നമുക്ക് ഇന്നത്തെ സമയം കഴിഞ്ഞതുകൊണ്ടാണ് നമുക്ക് അടുത്ത ദിവസം വളരെ നന്ദി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, ഡോക്ടർ G ഗോപകുമാർ, ശ്രീ രാജു പി നായർ, ശ്രീ ആനന്ദ് കൊച്ചുകൂടി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.